കേരള PSC പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് ഗ്രാമർ മാറ്റിവെക്കാറുണ്ട്. 10 മാർക്ക് വരുന്ന ഇംഗ്ലീഷ് വിഭാഗത്തിൽ നിന്ന് ഗ്രാമർ മാറ്റിവെച്ചാൽ, വൊക്കാബുലറി മാറ്റിവെച്ചാൽ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിലെത്തുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പരീക്ഷയ്ക്ക് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ. സോ വളരെ കുറഞ്ഞ നേരം കൊണ്ട് 3 മുതൽ 5 സെക്കൻഡ് സമയം കൊണ്ട് നമുക്ക് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു ചോദ്യം ഇൻറ്ററോഗേറ്റീവ് ആണോ എന്നുള്ള ചോദ്യം വരാറില്ലേ? നിങ്ങൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ നോക്കിയാൽ മതി. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻറ്ററോഗേറ്റീവ് ആണ്. അങ്ങനെയുള്ള അത് 3 സെക്കൻഡ് വേണോ? 2 സെക്കൻഡ് പോരെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ. അങ്ങനെ 3 മുതൽ 5 സെക്കൻഡ് കൊണ്ട് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റാവുന്ന ചോദ്യങ്ങൾ. പക്ഷെ ഒന്ന് ക്ഷമിക്കണം, കുറച്ച് നേരം ചെലവഴിക്കണം ഈ ഒറ്റ ക്ലാസ്. അത്തരത്തിലുള്ള ചില ഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്ലാസ് ആണ്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനന്ദൻ MV. വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം ഇതിൻ്റെ നോട്ട്, ഇതിൽ നിന്നുള്ള എക്സാം നോട്ട് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടും. ടിപ്സ് അടക്കം. അതായത് 3 മുതൽ 5 സെക്കൻഡ് കൊണ്ട് ഇത് എങ്ങനെ പെട്ടെന്ന് ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൽ നിന്നുള്ള എക്സാം ഉണ്ടായിരിക്കും. ഇതൊക്കെ കിട്ടുന്നതിന് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ആദ്യത്തെ ചോദ്യം LDC 2023 വന്ന ചോദ്യമാണ്. ആ ചോദ്യം എന്താണ് പറയുന്നത്? ആ ചോദ്യത്തിൽ എന്താണ് ചോദ്യം? ചേഞ്ച് ദ ഫോളോയിങ് സെന്റൻസ് ഇൻ ടു അസേർട്ടീവ് സെന്റൻസ്. നമുക്ക് ആദ്യം ചോദ്യത്തിലേക്ക് കടക്കാം. ആ ചോദ്യം നിങ്ങൾക്ക് എത്ര പേർക്ക് ഉത്തരം പറയാൻ പറ്റുന്നുണ്ട് നോക്കുക. എന്നിട്ട് ഞാനിതിൻ്റെ ഡീറ്റെയിൽസ് തരാം. എന്നിട്ട് നിങ്ങൾ 3 സെക്കൻഡോ അല്ലെങ്കിൽ 10 സെക്കൻഡോ കൊണ്ടോ ഈ ചോദ്യം ഉത്തരം കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങളിതൊരു ചലഞ്ചാക്കി എടുക്കുക. ഈ ചോദ്യം മാത്രം ഒന്ന് നോക്കുക. എന്നിട്ട് ഇത് ഞാൻ പറയുന്ന ട്രിക്ക് അതൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് നേരം വേണം. എന്നോടൊപ്പം മനസ്സിലാക്കിയെടുത്തതിന് ശേഷം സാധിക്കുന്നുണ്ടെങ്കിൽ എസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ് എന്ന് പറയുന്ന ഒരു ചോദ്യ മാർക്ക് വരുന്ന ചോദ്യമാണ്. അങ്ങനെ ചോദ്യ മാർക്ക് വന്നാൽ അത് ഇൻറ്ററോഗേറ്റീവ് ആണ്. ഒരു ഫാൻസി നെയിമാണോ ഇൻറ്ററോഗേറ്റീവ് എന്ന് പറയുന്നത്? ചോദ്യങ്ങൾക്ക് ഇംഗ്ലീഷുകാർ കൊടുത്ത ഒരു ഫാൻസി നെയിം ഇൻറ്ററോഗേറ്റീവ്. ആ ഇൻറ്ററോഗേറ്റീവില് നോക്കൂ, ഇൻറ്ററോഗേറ്റീവ് ആണോ എന്ന് തിരിച്ചറിയാൻ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അത് ഇൻറ്ററോഗേറ്റീവ് ആണ്. പക്ഷെ ഇവിടെ ചോദ്യം ഇൻറ്ററോഗേറ്റീവ് സെന്റൻസിനെ അസേർട്ടീവ് ആക്കണം, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആക്കി മാറ്റണം. സ്റ്റേറ്റ്മെന്റ് ടൈപ്പിൽ നിങ്ങൾ ആലോചിക്കുക, അവിടെ എക്സ്ക്ലമേറ്ററി മാർക്കും ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കിട്ടേണ്ടത്, അല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആൻസർ ആണ് കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാതെ തന്നെ ചില ആളുകളെ ഒഴിവാക്കാം. ക്വസ്റ്റ്യൻ മാർക്കോ എന്തോ ഉണ്ടെങ്കിൽ, ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ, എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ അത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആവില്ല. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ട്, അത് പോയോ? ഒരാളെ പോയി കിട്ടിയോ? ഇനി ബാക്കി 3 നോക്കിയാൽ പോരെ? പ്ലീസ് തുടങ്ങിയ വാക്കുകൾ ആവർത്തിച്ച് വരുമ്പോൾ ഞാൻ വരാൻ പോകുന്നുണ്ട്, ഇമ്പരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. പ്ലീസ് തുടങ്ങിയ വാക്കുകൾ മുന്നിൽ വരികയാണെന്ന് വെച്ചാൽ അത് ഇമ്പരേറ്റീവ് സെന്റൻസ് ആയിരിക്കും. അപ്പൊ അവിടെയും പോയോ? പിന്നെ ഐ ക്യാൻ ലിഫ്റ്റ് ദ ഹെവി ലഗേജും നൺ ഓഫ് ദ എബവുമാണ്. അപ്പോൾ ആകെ C ശരിയാണോ നോക്കിയാൽ മതി. എന്താ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാൻ ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കും. ഒരു ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്ന ഒരു സാധാരണ സെന്റൻസ് ആണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ്. യെസ്, ഇതൊരു സാധാരണ സെന്റൻസ് ആണ്, ഒരു ഫുൾ സ്റ്റോപ്പ് പീരീഡ് എന്ന് പറയും. സോ ഇവിടെ ആൻസർ ഇതാണ്. നമ്മളിത് കൺവേർട്ട് ചെയ്യാൻ പഠിക്കണ്ട. പക്ഷെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ അത് ആവശ്യമാണ്. ഇപ്പൊ നമുക്ക് എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസുകൾ സാധാരണ PSCക്ക് വരുന്നതാണ്. നിങ്ങൾ ഇത്തിരി ഓർത്താൽ മതി. അസേർട്ടീവ് ആണെങ്കിൽ ഒരു ഫുൾ സ്റ്റോപ്പ് വന്നിരിക്കും. അസേർട്ടീവ് ആണെങ്കിൽ എന്തായിരിക്കും? അതിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും. ബുദ്ധിമുട്ടില്ലല്ലോ ഓർക്കാൻ. ആദ്യത്തെ ടെക്നിക്കാണ് ഞാൻ പറയുന്നത്. ഇൻറ്ററോഗേറ്റീവ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ ഇമ്പരേറ്റീവിന്റെ കാര്യത്തിലാണ് അവിടെ ഫുൾ സ്റ്റോപ്പും ആവാം, എക്സ്ക്ലമേറ്ററിയും ആവാം. ഇമ്പരേറ്റീവിന്റെ കാര്യത്തിൽ അതെങ്ങനെ വേർതിരിച്ചറിയാം? നമുക്ക് പഠിക്കാം. ഇപ്പൊ തൽക്കാലം ഇത് ഓർത്തു വയ്ക്കൂ. എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരിക്കും. സോ സിമ്പിൾ ആണ്. എക്സ്ക്ലമേറ്ററിനെ അറിയാൻ നമുക്ക് എളുപ്പമാണ്. ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരിക്കും. ഇൻറ്ററോഗേറ്റീവ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. എന്നാൽ അസേർട്ടീവിന് ഫുൾ സ്റ്റോപ്പാണ്, ഇമ്പരേറ്റീവിന് ഫുൾ സ്റ്റോപ്പോ എക്സ്ക്ലമേറ്ററിയോ മാർക്ക് ഉണ്ടാക്കും. അപ്പൊ ഈ ഇമ്പരേറ്റീവിനെ ഒന്ന് അറിഞ്ഞാൽ, ഇമ്പരേറ്റീവ് സെന്റൻസിനെ മനസ്സിലാക്കിയാൽ നമുക്ക് ബാക്കിയുള്ളതൊക്കെ എളുപ്പമാണ്. കാരണം ഇൻറ്ററോഗേറ്റീവിനെ നമ്മൾ നോക്കുക വേണ്ട. ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ ഇൻറ്ററോഗേറ്റീവ്, പക്ഷെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ ഇമ്പരേറ്റീവും എക്സ്ക്ലമേറ്ററി ആവാം. കാരണം ഇത് രണ്ടും വരാം. അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിലും
ഇമ്പരേറ്റീവും ആവാം, അസർട്ടീവും ആവാം. അപ്പോൾ ഇമ്പരേറ്റീവിനെ തിരിച്ചറിഞ്ഞാൽ പിന്നെ ഫുൾ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ അത് എന്താണ്? അസർട്ടീവ് ആണ്. എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി ആണ്. അപ്പൊ എന്താണ് ഇമ്പരേറ്റീവ്? ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറയുന്നത്, ഇമ്പരേറ്റീവ് സെന്റൻസ് നോക്കൂ, ഇതാണ്: ക്ലോസ് ദ വിൻഡോസ് ബിഫോർ ലീവിംഗ്, പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്, ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ഇവിടെയൊക്കെ നിങ്ങൾക്കറിയാം ഇതൊരു വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. എന്താണ് വെർബ്? ഒരു ആക്ഷൻ വേർഡാണ്, ഒരു പേരല്ല, ആക്ഷൻ വേർഡാണ്, പ്രവൃത്തിയാണ്. നോക്കൂ, ക്ലോസ്, ക്ലോസ് ഒരു വെർബല്ലേ, അടയ്ക്കുക എന്ന് പറഞ്ഞാൽ. പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് വെച്ച് തുടങ്ങുന്ന വാക്കുകൾ എന്താണ്? അത് ഇമ്പരേറ്റീവ് ആണ്. ഡോണ്ട് ഫോർഗെറ്റ്, അവിടെ നോക്കൂ, ഡോണ്ട് ഫോർഗെറ്റ് ഒന്നിച്ചു വെർബാണ്, മറന്നു പോകരുത്. ഇപ്പൊ വെർബ് വെച്ച് തുടങ്ങുന്ന, പ്ലീസ് വെച്ച് തുടങ്ങുന്ന, ചിലപ്പോൾ ഹൗ പോലെയുള്ള വാക്കുകൾ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇമ്പരേറ്റീവ് സെന്റൻസിനെ നമ്മൾ വിശദമായിട്ടൊന്ന് നോക്കാം. ഓരോ ടൈപ്പ് സെന്റൻസിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടായിക്കോളൂ, എന്നിട്ട് നമുക്ക് ക്വിക്കായിട്ട് ഇതെങ്ങനെ ഓർത്തിരിക്കാം എന്ന് പറയാം. ഓക്കെ, അതിൽ ആദ്യത്തെ മെത്തേഡ് നിങ്ങൾ മറന്നു പോകണ്ട. ആദ്യത്തെ മെത്തേഡ് എന്താണ്? ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ചെക്ക് പങ്ക്ച്വേഷൻ ആണ്. അവിടെ കൊടുത്തിട്ടുള്ള, അവസാനം കൊടുത്തിട്ടുള്ളത് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇന്ററോഗേറ്റീവ്, അധികവും എക്സ്ക്ലമേറ്ററി മാർക്ക് ആണെങ്കിൽ എക്സ്ക്ലമേറ്ററി, വളരെ അപൂർവം കേസിൽ മാത്രമേ അത് ഇമ്പരേറ്റീവ് വരുള്ളൂ. ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് പോകണം. അപ്പോൾ രണ്ടാളെ നമ്മൾ തിരിച്ചറിഞ്ഞു. ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഇന്ററോഗേറ്റീവ്, അവസാനം എക്സ്ക്ലമേറ്ററി ആണെങ്കിൽ 99% എക്സ്ക്ലമേറ്ററി, വളരെ കുറഞ്ഞ ശതമാനം അത് ഇമ്പരേറ്റീവ് ആവാം. ഫുൾ സ്റ്റോപ്പ് ആണെങ്കിൽ സ്റ്റെപ്പ് 2ലേക്ക് പോവുക. അവിടെ WH വേർഡ്സ് ഉണ്ടോ നോക്കുക. വാട്ട്, വെയർ, വെൻ, വൈ, ഹൗ, അതൊക്കെ ഇന്ററോഗേറ്റീവ് ആണ്. ഓക്സിലറി വെർബ്സ് ഉണ്ടോ നോക്കുക, അത് ഇന്ററോഗേറ്റീവ് ആണ്. ആറ്, ഡു, ക്യാൻ, വിൽ തുടങ്ങിയവയുണ്ടെങ്കിൽ. വെർബ്, പ്ലീസ്, ഡോണ്ട് തുടങ്ങിയവയാണെങ്കിൽ ഇമ്പരേറ്റീവ് ആണ്. സ്റ്റേറ്റ്മെന്റ് ഈക്വൽ ടു അസർട്ടീവ് ആണ്. വെറുതെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അത് അസർട്ടീവ് ആണ്. സോ നമ്മൾ അവിടെ നോക്കുമ്പോൾ നോക്കൂ, ദ ലൈബ്രറി ഓപ്പൺസ് അറ്റ് 9 AM. നമുക്കറിയാലോ ലൈബ്രറി തുറക്കുന്നത് 9 AM ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസിന് ഫാൻസി ആയ ഒരു പേര് പറഞ്ഞിരിക്കുന്നു, അസർട്ടീവ്. ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന. സ്റ്റുഡൻസ് ആർ പ്രിപ്പയറിംഗ് ഫോർ എക്സാംസ്, അസർട്ടീവ്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ്. ഇവിടെ ഒക്കെ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടോ? ഇല്ല. ഇവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടോ? ഇല്ല. ഇനി എന്താ നോക്കേണ്ടത്? ഫുൾ സ്റ്റോപ്പ് ആണ്. ഇമ്പരേറ്റീവ് ആണോ നോക്കണം. ഇമ്പരേറ്റീവ് ആണോ നോക്കാൻ വെർബ് വെച്ചാണോ തുടങ്ങുന്നത്? അല്ല, ദ ലൈബ്രറി നൗൺ ആണ്. ഓപ്പൺസ് എന്നുള്ള വെർബ് അതിന് ശേഷമാണ് വരുന്നത്. സ്റ്റുഡൻസ് നൗൺ ആണ്. ആർ പ്രിപ്പയറിംഗ് എന്ന് പറയുന്ന വെർബ് അതിന് ശേഷമാണ് വരുന്നത്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഐ നൗൺ ആണ്. ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന വെർബ് പിന്നീടാണ് വരുന്നത്. സോ ഇമ്പരേറ്റീവ് സെന്റൻസിൽ 99% അത് സ്റ്റാർട്ട് ചെയ്യുക ഒരു വെർബ് വെച്ചിട്ടോ പ്ലീസ് പോലെയുള്ള വാക്കുകൾ വെച്ചിട്ടോ ആയിരിക്കും. അല്ലാതെ ഫുൾ സ്റ്റോപ്പ് വരുന്നത് മുഴുവൻ നിങ്ങൾക്ക് അതൊരു പ്രസ്താവനയാണെങ്കിൽ അതിനെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് എന്ന് വിളിക്കാം. ഇന്ററോഗേറ്റീവ് ആണെങ്കിലോ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട. ഇന്ററോഗേറ്റീവിൽ 2 ഉണ്ട്. WH ക്വസ്റ്റ്യൻ ഉണ്ട്. WH എന്നുള്ള വാക്ക് വെച്ച് തുടങ്ങുന്നത്. വേറെ, വാട്ട്, ഹൗ, വെൻ തുടങ്ങിയ വാക്കുകൾ വെച്ച് WH വേർഡ് വെച്ച് തുടങ്ങുന്നത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ക്യാൻ യു സോൾവ് ദിസ് പ്രോബ്ലം? യെസ് ഐ കാൻ, നോ ഐ കാണ്ട് എന്ന് പറയുന്ന, നോക്കൂ ഇവിടെ വെർബാണ്. ക്യാൻ എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബാണ്. അതല്ലെങ്കിൽ ഹാവ് വെച്ച് തുടങ്ങുന്നത്. ഹാവ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വെർബാണ്. ഹെൽപ്പിംഗ് വെർബ് നിങ്ങൾക്കറിയാലോ, ഈസ്, ആം, ആർ, വാസ്, വേർ. ക്യാന്, കുഡ്, വില്ല്, വുഡ്, ഷാള്, ഷുഡ് തുടങ്ങിയ ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടാവും തുടങ്ങുക. ഹാസ്, ഹാവ്, ഹാഡ് പോലെയുള്ളത്. എന്താ ഇമ്പരേറ്റീവ് എന്ന് പറഞ്ഞാൽ? ഇമ്പരേറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞു, വെർബ് വെച്ച് തുടങ്ങുന്നു. ക്ലോസ് ദ വിൻഡോസ് ബിഫോർ ലീവിംഗ്. ഇവിടെ നിങ്ങൾ ജസ്റ്റ് യു എന്ന് അടിച്ചു നോക്കൂ. യു ക്ലോസ് ദ വിൻഡോ ബിഫോർ ലീവിംഗ്. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇമ്പരേറ്റീവ് ആണോ എന്നറിയാൻ അതിന്റെ മുന്നിൽ യു വെച്ച് കൊടുത്താൽ കുഴപ്പമുണ്ടോ നോക്കുക. യു ക്ലോസ് ദ വിൻഡോ. യു പ്ലീസ് ഹെൽപ്പ് മീ വിത്ത് ദിസ് ടാസ്ക്. യു ഡോണ്ട് ഫോർഗെറ്റ് ടു ലോക്ക് ദ ഡോർ. ആ യു കൊണ്ട് ഒഴിവാക്കിയിട്ടാണ് ഇവിടെ ഈ ഇമ്പരേറ്റീവ് സെന്റൻസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇമ്പരേറ്റീവ് സെന്റൻസിൽ എപ്പോഴും സബ്ജക്റ്റ് ഈ യു ആയിരിക്കും. അത് അവിടെ കാണിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ അധിക സന്ദർഭങ്ങളിലും. അപ്പൊ ഇമ്പരേറ്റീവ് എങ്ങനെയാണ് തിരിച്ചറിയാന്ന് മനസ്സിലായല്ലോ.
യെസ് എക്സ്ക്ലമേറ്ററി ആണെങ്കിലോ ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓ ദ കേക്ക് ലുക്സ് അമേസിങ്, ഹൗ ഫാസ്റ്റ് ടൈം ഫ്ലൈസ്. ഈ ഹൗ കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരിക്കും. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? എക്സ്ക്ലമേറ്ററി മാർക്ക്. സോ അതെന്താണ്? അത് എക്സ്ക്ലമേറ്ററി ആണ്. അലാസ് വി ലോസ്റ്റ് ദ മാച്ച്. കണ്ടോ? ഇനി കോമൺ ട്രാപ്സ് എന്താണ്? ഹൗ കുഡ് യു ഡു ദിസ്. ഇത് കണ്ട ഉടനെ തന്നെ WH വേർഡ് കണ്ടിട്ട് ക്വസ്റ്റ്യൻ മാർക്കാണെന്ന് വിചാരിക്കേണ്ട. അവിടെ അവസാനം വരുന്നത് എന്താണ്? എക്സ്ക്ലമേറ്ററി മാർക്കാണ്. അതുകൊണ്ട് തന്നെ അത് ഇന്ററോഗേറ്റീവ് ആണെന്ന് വിചാരിക്കും ഹൗ വെച്ച് തുടങ്ങുമ്പോൾ. പക്ഷെ എക്സ്ക്ലമേറ്ററി ആണ്. എക്സ്ക്ലമേറ്ററി സെന്റൻസ് ഉണ്ട്. അടുത്തത് എന്താ? യു ഷുഡ് സ്റ്റഡി ഹാർഡ്. ഈ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഓർഡറുകളാണ്, ആജ്ഞകളാണ്. ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് ആണ്. ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെ യു ഷുഡ് സ്റ്റഡി ഹാർഡ് എന്ന് കേൾക്കുമ്പോൾ ഇമ്പരേറ്റീവ് ആണെന്ന് തോന്നും. പക്ഷെ ആക്ച്വലി അസേർട്ടീവ് ആണ്. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. നീ നന്നായി പഠിക്കണം. ദാറ്റ്സ് ആൾ. അതൊരു ഓർഡർ അല്ല. ഓക്കെ, സ്റ്റഡി ഹാർഡ് അതൊരു നിർദ്ദേശമോ ഓർഡറോ ആണ്. അവിടെ എന്താ ഉണ്ടായത്? ആ യു ഷുഡ് ഒക്കെ ഒഴിവാക്കി വെറും സ്റ്റഡി ഹാർഡ് വെർബ് വെച്ചിട്ടാണ് തുടങ്ങി. അപ്പൊ ഇവിടെ നോക്കൂ, വെറും സ്റ്റഡി ഹാർഡ് ആണെങ്കിൽ അതിന് മുന്നേ കൊണ്ടുപോയിട്ട് നമുക്ക് യു വെക്കാം. യു സ്റ്റഡി ഹാർഡ്. കണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ഇമ്പരേറ്റീവ് സെന്റൻസിനെ തിരിച്ചറിയുക. സോ എന്താണ്? സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ് ഇമ്പരേറ്റീവ് ആണ്. എങ്ങനെയാ മനസ്സിലായത്? സ്വിച്ച് എന്നുള്ള വെർബ് വെച്ചിട്ടാണ് തുടങ്ങിയത്. യു സ്വിച്ച് ഓഫ് ദ ലൈറ്റ്സ്. ഓക്കെ, പക്കയാണ്. യു ആഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ മുന്നിൽ. സോ ഇമ്പരേറ്റീവ് ആണ്. വിച്ച് പ്ലാറ്റ്ഫോം ഡസ് ദ ട്രെയിൻ അറൈവ്. ക്വസ്റ്റ്യൻ മാർക്ക് അവസാനം വന്നു. ഒന്നും നോക്കണ്ട, ഇന്ററോഗേറ്റീവ് ആണ്. ദ മൺസൂൺ ബിഗിൻസ് ഇൻ ജൂൺ. ദ മൺസൂൺ ബിഗിൻസ് ഇൻ ജൂൺ. എക്സ്ക്ലമേറ്ററി ചിഹ്നം വന്നിട്ടില്ല, അതുകൊണ്ട് എക്സ്ക്ലമേറ്ററി അല്ല. ഇന്ററോഗേറ്റീവിന്റെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടില്ല, ഇന്ററോഗേറ്റീവ് അല്ല. ഇനി സാധ്യത ഉള്ളത് എന്താ? ഒന്നില്ലെങ്കിൽ ഇമ്പരേറ്റീവ് ആവും, അല്ലെങ്കിൽ അസർട്ടീവ് ആവും. ഇമ്പരേറ്റീവ് ആണെങ്കിലോ അത് വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. വെർബ് വെച്ചിട്ടാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്. ദ മൺസൂൺ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. മൺസൂൺ നൗണാണ്. ബിഗിൻസ് എന്നുള്ള വെർബ് രണ്ടാമതാണ് വരുന്നത്. സോ ഇതേതാണ്? അസർട്ടീവ് ആണ്. സോ സിമ്പിൾ. നിങ്ങൾ പറയൂ, നിങ്ങളുടെ കമന്റിൽ പറയൂ. ഇത്രയല്ലേ അതിൽ പ്രയാസമുള്ളൂ. ഇതുപോലെ സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സും നമുക്ക് പഠിക്കാം. സബ്ജക്റ്റും അതുപോലെ തന്നെ പ്രെഡിക്കേറ്റും ഇതൊക്കെ PSCക്ക് വരുന്നതാണ്. ഇതിലെ മാർക്ക് മിസ്സാക്കണ്ട. 3 സെക്കൻഡ് അല്ലേ വേണ്ടുള്ളൂ. ഞാൻ പറയുന്നത് പോലെ വാട്ട് എ മാഗ്നിഫിഷ്യന്റ് പാലസ്. എന്താവുന്നത്? ആശ്ചര്യചിഹ്നം, എക്സ്ക്ലമേറ്ററി മാർക്ക്. വാട്ട് വെച്ചിട്ട് തുടങ്ങാം, ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട. എക്സ്ക്ലമേറ്ററി മാർക്ക് ഉള്ളതുകൊണ്ട് എക്സ്ക്ലമേറ്ററി സെന്റൻസ്. ഡോണ്ട് ഫോർഗെറ്റ് യുവർ അസൈൻമെന്റ്സ്. ഉടൻ ആലോചിച്ചു. ഡോണ്ട് ഫോർഗെറ്റ് യുവർ അസൈൻമെന്റ്സ്. ഫുൾ സ്റ്റോപ്പിലാണ്, പീരീഡിലാണ്. ഫുൾ സ്റ്റോപ്പിന് പറയാം അവിടെ പീരീഡ് എന്നാണ് ആ ഫുൾ സ്റ്റോപ്പിന്റെ പേര്. ഫുൾ സ്റ്റോപ്പിലാണ്. സോ ഇന്ററോഗേറ്റീവും അല്ല, എക്സ്ക്ലമേറ്ററിയും അല്ല. ഇനി ഇമ്പരേറ്റീവോ എന്തേ ആവുള്ളൂ? അസർട്ടീവോ ആവുള്ളൂ. ഇമ്പരേറ്റീവ് എന്ത് വെച്ചിട്ടാ തുടങ്ങുക? വെർബ് വെച്ചിട്ട്. ഡോണ്ട് ഫോർഗെറ്റ്. യെസ്, വെർബ് വെച്ചിട്ടാ തുടങ്ങിയിട്ടുള്ളത്. ഇമ്പരേറ്റീവ് ആണ്. സോ ക്വസ്റ്റ്യൻ മാർക്ക് വന്ന ഇന്ററോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി മാർക്ക് വന്ന എക്സ്ക്ലമേറ്ററി. ക്യാൻ യു ഒബേ ഇറ്റ്. ക്വസ്റ്റ്യൻ മാർക്ക് വന്നാൽ പെട്ടെന്ന് ഞാൻ ചാടിക്കേറി. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കാണ്, ഇമ്പരേറ്റീവ് എന്ന് വിചാരിക്കേണ്ട. അല്ല സോറി, ക്വസ്റ്റ്യൻ ക്യാൻ യു ഒബേ ഇറ്റ് അത് ഇമ്പരേറ്റീവ് അല്ല. അത് എന്തെന്നെ നിങ്ങൾക്ക് കൊടുക്കാം. അത് ഇന്ററോഗേറ്റീവ് ആണ്. ഞാൻ എഴുതി കൊടുത്ത് തെറ്റിയതാണ്. ജസ്റ്റ് സ്റ്റേറ്റ് ഫാക്ട്സ്. അത് അസർട്ടീവ് ആണോ? ജസ്റ്റ് സ്റ്റേറ്റ് ഫാക്ട്സ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് ഇടരുത്. ഇവിടെയൊക്കെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുള്ളത് നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ ഒക്കെ എന്താണ് വേണ്ടത്? അതായത് ക്യാൻ യു ഒബേ ഇറ്റ് ഒരു ആശ്ചര്യചിഹ്നമാണെങ്കിൽ അത് എക്സ്ക്ലമേറ്ററി ആണ്. ക്യാൻ യു ഒബേ ഇറ്റ് ക്വസ്റ്റ്യൻ മാർക്ക് വന്നതുകൊണ്ട് ഇത് ഇമ്പരേറ്റീവ് ആണ്, അല്ല ഇന്ററോഗേറ്റീവ് ആണ്. ജസ്റ്റ് സ്റ്റേറ്റ് ഫാക്ട്സ്. അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവില്ല. അവിടെ ജസ്റ്റ് സ്റ്റേറ്റ് ഫാക്ട്സ്. അവിടെ എന്താ ഉണ്ടായിരിക്കുക? ജസ്റ്റ് സ്റ്റേറ്റ് ഫാക്ട്സ്. ഒരു ഫുൾ സ്റ്റോപ്പും തന്നിട്ടുണ്ടെങ്കിൽ അത് ഇമ്പരേറ്റീവ് ആണ്. എഴുതി കൊടുത്ത് തെറ്റിയതാണ്. ഓക്കുക. അപ്പൊ ദാറ്റ്സ് ആൾ. നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഭാഗം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത പ്രധാനപ്പെട്ട ഭാഗത്തേക്കല്ല, അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു നമ്മൾ. നോക്കൂ. അപ്പൊ ഇവിടെ എന്താ ഉണ്ടാവുന്നത്? ഇവിടെ ഒന്ന് എന്ത് ചെയ്യാൻ പറയണു? ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. ഇതിനെ നമ്മൾക്ക് എന്താക്കി മാറ്റണം? നമുക്കിതിനെ അസർട്ടീവ് സെന്റൻസ് ആക്കി മാറ്റണം. അസർട്ടീവ് സെന്റൻസ് ആക്കി മാറ്റാൻ ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. പ്ലീസ് വെച്ച് തുടങ്ങിയാൽ അതെന്താണ്? പ്ലീസ് വെച്ച് തുടങ്ങിയാൽ പ്ലീസ് ലിഫ്റ്റ് ദ ഹെവി ലഗേജ്.
ഇത് ഇമ്പരേറ്റീവ് ആണ്. ഹൗ കാൻ ഐ ലിഫ്റ്റ് ദ ഹെവി ലഗേജ്? എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നുകൊണ്ട് എക്സ്ക്ലമേറ്ററി ആണ്. ഐ കാൻ ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. ഇവിടെ തന്നെ മനസ്സിലായി എന്താ അവിടെ സംഭവിച്ചത്. ഈ ക്യാൻ യു എന്നുള്ളത് യു ക്യാൻ ആക്കി മാറ്റി. നോക്കൂ, ഈ ക്യാൻ യു എന്നുള്ളത് യു ക്യാൻ ആക്കി മാറ്റി. യു എന്നുള്ളത് ഞാനല്ലേ ആൻസർ ചെയ്യുന്നത്, അതുകൊണ്ട് ഐ ക്യാൻ. എന്നോടാ ചോദിച്ചത് ക്യാൻ യു ലിഫ്റ്റ് ദ ലഗേജ്, ഞാൻ പറഞ്ഞു ഐ ക്യാൻ ലിഫ്റ്റ് ദ ലഗേജ്. അവിടെ എന്താണ് ക്യാൻ യു എന്നുള്ളത് ഐ ക്യാൻ ആക്കി മാറ്റി. ഈ ഇൻവേർഷനും കൂടി ഓർത്ത് വെക്കുക. ജസ്റ്റ് ഇത്രേ വേണ്ടുള്ളൂ. എന്തിനെ ഒരു ഇന്ററോഗേറ്റീവ് സെന്റൻസിനെ സ്റ്റേറ്റ്മെന്റ് ആക്കാൻ അവിടുത്തെ സബ്ജക്റ്റിനെ പിടിച്ച് മുന്നിൽ കിട്ടാൽ മതി. അവിടുത്തെ സബ്ജക്റ്റ് ആരാണ്? യുവിനെ പിടിച്ച് മുന്നിൽ കിട്ടാൽ ഐ ആയി മാറി. യെസ്, അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അടുത്തത് ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിൽ വന്നതാണ്. ചോദ്യം ഇവിടെ തന്നിട്ടില്ല, ഏതോ ഒരു ചോദ്യമാണ്, ഞാൻ വിട്ടുപോയതാണ്. പരീക്ഷയ്ക്ക് വന്ന ചോദ്യം തന്നെയാണ്. അപ്പൊ അവിടെ എന്തായിരുന്നു? അത് ഇന്ററോഗേറ്റീവ് ആയിരുന്നു. നമുക്ക് നോക്കാൻ നിവൃത്തിയില്ല. ഇവിടെയൊക്കെ ഞാൻ ചോദ്യം വിട്ടുപോയിട്ടുണ്ടല്ലോ. ഇല്ല, ഇവിടെ ചോദ്യമുണ്ട്. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് ടൈപ്പ് ഓഫ് സെന്റൻസ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സീനറി. അവിടെ എക്സ്ക്ലമേറ്ററി മാർക്ക് വന്നിട്ടുണ്ട്. സോ ദിസ് ഈസ് എൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. കണ്ടില്ലേ, ഉത്തരം കിട്ടി. ഓക്കെ, +2 ലെവലിൽ വന്നതാണ്. ഇനി സിമ്പിൾ ആണോ കോമ്പൗണ്ട് ആണോ കോംപ്ലക്സ് ആണോ എന്നറിയാനാണ്. ദ ഫോളോയിങ് സെന്റൻസ് ഈസ് എ ഡാഷ് സെന്റൻസ്. ഈ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ആയോ? ക്ലിയർ ആണെങ്കിൽ മാത്രം അടുത്ത ഭാഗത്തേക്ക് പോന്നാൽ മതി. ഇതുപോലെ പിടിച്ചു തരാം. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം, എന്നിട്ടേ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റുള്ളൂ. സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സും ആണെന്ന് അറിയാൻ എന്താണ് ക്ലോസ് എന്താണ് എന്നറിയണം ആദ്യം. ക്ലോസ് എന്താണെന്ന് അറിയണമെങ്കിൽ ക്ലോസും ഫ്രേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ക്ലോസും ഫ്രേസും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണമെങ്കിൽ ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് വെർബ്സ് അറിഞ്ഞിരിക്കണം. എത്ര പേർക്ക് ഇത് നിലവിലറിയാം? ഇതറിയാതെ നിങ്ങൾ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ നമുക്ക് പഠിക്കാം. ഇപ്പോഴൊന്ന് കമന്റ് ചെയ്യൂ, എത്ര പേർക്ക് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് വെർബ്സ് അറിയാം? എത്ര പേർക്ക് ക്ലോസ് എന്താണ് ഫ്രേസ് എന്താണെന്ന് അറിയാം? ഇതറിയാതെ ഇതിലൊരു ടെക്നിക്ക് പഠിച്ചാലും നിങ്ങൾക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് ഫൈനൈറ്റ് ഇൻഫൈനൈറ്റ് വെർബ്സ് പഠിക്കാം. അത് കഴിഞ്ഞ് ക്ലോസും ഫ്രേസും പഠിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ്. വളരെ സിമ്പിൾ ആണ്, അത്ര അധികം നേരം ഒന്നും എടുക്കണ്ട. പക്ഷെ ഇത് പഠിക്കാതെ നിങ്ങൾ ഇതിൽ എത്ര റൂള് പഠിച്ചാലും നിങ്ങളുടെ കാര്യം കട്ടപ്പോകയാണ്. സോ നമുക്ക് നോക്കാം എന്താണ് ഫൈനൈറ്റ് വെർബ്, ഇൻഫൈനൈറ്റ് വെർബ്. ഓക്കെ, ഫൈനൈറ്റ് വെർബ്, ഇൻഫൈനൈറ്റ് വെർബ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ. എന്താ ഫൈനൈറ്റ് വെർബ്, ഇൻഫൈനൈറ്റ് വെർബ്? വെർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? അതറിയാമെന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരിക്കുന്നത്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് ആണ്. ഇനി പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഒരു ക്ലാസ് ഞാൻ എടുക്കും. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് വെർബ് എന്താ, നൗൺ എന്താ, അഡ്ജക്റ്റീവ് എന്താ, അഡ്വേർബ് എന്താ എന്നൊക്കെ നമുക്ക് പറയാം. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ് ആണ്. അവിടെ ആ ആക്ഷൻ വേർഡ് ഫൈനൈറ്റ് വെർബ് ആണെങ്കിൽ അത് ടെൻസ്, പേഴ്സൺ, നമ്പർ പറയും. അതെന്താ? വെർബിന് എങ്ങനെയാ ടെൻസ്? നോക്കൂ, നിങ്ങൾക്കറിയാലോ, ഇന്നലെ മഴ പെയ്താൽ ഇന്ന് മഴ പെയ്യുമ്പോൾ നാളെ മഴ പെയ്യും എന്ന് പറയാൻ നമ്മൾ വെർബ് പലതാ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പോയി, ഇന്നിതാ ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, നാളെ ഞാൻ പോവും. ഇന്നലെ ഞാൻ എന്താ പറഞ്ഞത്? പോയി. വെർബ് പോയി, മാറ്റം വന്നു. ഇപ്പോൾ ഞാൻ എന്താ പറയണത്? ഇന്ന് ഞാൻ പോവും, ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോയിന്റെ ഒപ്പം ഒരു കൊണ്ടിരിക്കുന്നു വെച്ചു. നാളെ പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? പോവും. നാളെ ഞാൻ പോയി എന്ന് പറയോ? ഇന്നിപ്പോ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ ഇന്ന് ഞാൻ പോയി എന്ന് പറയോ? അവിടെ എത്തിയിട്ടില്ല. പറയോ? ഇന്നലെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറയോ? പറയില്ല. അവിടെ വെർബിൽ മാറ്റം വരുന്നത് കണ്ടോ? ആ മാറ്റത്തെയാണ് ടെൻസ് എന്ന് പറയുന്നത്. പോവും, പോയിക്കൊണ്ടിരിക്കുന്നു, പോയി. വെർബിൽ വന്ന മാറ്റം. ഇങ്ങനെ നിങ്ങൾ നോക്കുക, ആ വെർബെന്ന് നിങ്ങൾ ഉദ്ദേശിച്ച സാധനത്തിന് ഇങ്ങനെ മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? നമുക്ക് നോക്കാം. എന്താണ് ഈ പറയുന്നത്? നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ? സിംഗുലർ, പ്ലൂരൽ. അതിനെയാണ് നമ്പർ എന്ന് പറയുന്നത്. ഒന്നാണെങ്കിൽ ഒരു നമ്പർ, ഒന്നിൽ കൂടുതലാണെങ്കിൽ പ്ലൂരൽ. ഇപ്പൊ ഇംഗ്ലീഷില് ഹി ഗോസ് എന്നേ പറയൂ, അല്ലേ? ഒരു എസ് ചേർക്കണം ഹീയിലുണ്ട്. അതേസമയം ദേ ഗോ എന്നാണ് പറയുക. കൂടുതലാകുമ്പോൾ ഗോ ആയി, മറ്റതെന്താണ്? ഗോസ് ആയി. ഇങ്ങനെ മാറ്റം വരുന്നുണ്ടോ? നമ്പർ ഉണ്ടോ?
മൂന്നാമത്തേത് പേഴ്സൺ. ഇപ്പൊ ഐ ഗോ എന്നേ പറയൂ, ഐ ഗോസ് എന്ന് പറയില്ല. ഫസ്റ്റ് പേഴ്സൺ. യു ഗോ എന്നേ പറയുള്ളൂ, യു ഗോസ് എന്ന് പറയില്ല. ഇങ്ങനെ ടെൻസ് ഉണ്ടോ, പേഴ്സൺ ഉണ്ടോ, നമ്പർ ഉണ്ടോ, ഒരു ചെറിയ ഐഡിയ കിട്ടിയില്ലേ? നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇതിനെയാണ് ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത്. ഇനി ടെൻസ് ഉണ്ടാവണം, പേഴ്സൺ ഉണ്ടാവണം, നമ്പർ ഉണ്ടാവണം. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ നോക്കാം. ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ചോളൂ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പേഴ്സണും ഉണ്ടായിരിക്കണം, നമ്പറും ഉണ്ടായിരിക്കണം, പിന്നെ എന്തും ഉണ്ടായിരിക്കണം? പേഴ്സൺ ഉണ്ടായിരിക്കണം, നമ്പർ ഉണ്ടായിരിക്കണം, ദെൻ പേഴ്സണും നമ്പറും ടെൻസും ഉണ്ടായിരിക്കണം. അപ്പൊ നോക്കൂ, ശ്രദ്ധിച്ചോളൂ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഇവിടെ ആദ്യം നമുക്ക് പേഴ്സൺ ഉണ്ടോ നോക്കാം. പേഴ്സൺ ഉണ്ടോ നോക്കാൻ നിങ്ങൾ ഈ ഐക്ക് പകരം ഹീ കൊടുത്തു നോക്കൂ. അവിടെ ഗോ എന്ന് ഉപയോഗിക്കാൻ പറ്റില്ല, ഹീ ഗോസ് ടു സ്കൂൾ എന്നേ പറയാൻ പറ്റൂ. സോ ഇവിടെ പേഴ്സൺ ഉണ്ട്. ഐ മാറി ഹീ ആവുമ്പോൾ കാര്യം മാറ്റുന്നുണ്ട്. ഈ നമ്പർ ഉണ്ടോ? ഹീ വരുമ്പോൾ നമ്മൾ എസ് ചേർത്തു. ദേ ആണെങ്കിൽ ദേ ഗോ ടു സ്കൂൾ എന്നേ പറയുള്ളൂ. സോ ഇവിടെ എന്തുമുണ്ട്? നമ്പറുമുണ്ട്. ഇനി വെർബ് ഉണ്ടോ? എവരി ഡേ എന്നുള്ളതിന് പകരം ഞാനിവിടെ യെസ്റ്റർഡേ കാലം ഒന്ന് മാറ്റി എന്ന് വിചാരിച്ചോളൂ. അപ്പോ ദേ വെന്റ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഗോ മാറി വെന്റായി മാറി. ദേ വെന്റ് ടു സ്കൂൾ യെസ്റ്റർഡേ. ദാറ്റ്സ് എ ഡിഫറൻസ്. ഇതാണ് ആ ഡിഫറൻസ് എന്ന് പറയുന്നത്. യു ഗെറ്റ് മീ? പിടി കിട്ടുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇതുണ്ടോ നോക്കുക. ഇത് നിങ്ങൾക്കറിയാലോ ഏകദേശമൊക്കെ. ഓക്കെ, ഇപ്പൊ ഇവിടെ ടെൻസ് ഉണ്ട്, ഇവിടെ നമ്പർ ഉണ്ട്. ഇതൊന്നും വേണ്ടട്ടോ, ഇതിന് ടെക്നിക്ക് ഞാൻ വേറെ പറഞ്ഞുതരാം. ഇതൊന്നും അറിഞ്ഞിരിക്കുക എന്താണ് ഫൈനൈറ്റ് എന്ന്. നീ ഫൈനൈറ്റ് ആണോ ഇൻഫൈനൈറ്റ് ആണോ എന്ന് അറിയാൻ നമുക്ക് നേരം പിടിക്കും. ഊളായ ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. ഗോസ് ഗോ കണ്ടുവോ? ഇപ്പൊ ഫൈനൈറ്റ് ആണെങ്കിൽ പേഴ്സൺ ഉണ്ടായിരിക്കും, നമ്പർ ഉണ്ടായിരിക്കും, എന്തും ഉണ്ടായിരിക്കും, ടെൻസും ഉണ്ടായിരിക്കും. ഇത് മൂന്നും ഉണ്ടെങ്കിലാണ് ആ സെന്റൻസിൽ ഇതൊക്കെ മാറുമ്പോൾ ഇങ്ങനെ ആ വെർബ് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് അതിനെ നമ്മൾ ഫൈനൈറ്റ് വെർബ് എന്ന് പറയുള്ളൂ. അതുകൊണ്ട് ഇവിടുത്തെ ഗോ ഫൈനൈറ്റ് വെർബാണ്. യെസ്, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. എന്താ ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞു? എന്താ ഫൈനൈറ്റ് വെർബിന്റെ റോൾ എന്നൊക്കെ പറയാം. എന്താ നോൺ ഫൈനൈറ്റ് വെർബ് എന്ന് പറഞ്ഞാൽ? അതിനിത് മൂന്നും ഉണ്ടാവില്ല. അതിനിത് മൂന്നും ഉണ്ടാവില്ല. ഇതിൽ ഏതെങ്കിലും ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നോൺ ഫൈനൈറ്റ് വെർബ് ടൈമിനെ കുറിച്ചിട്ടോ പേഴ്സണെ കുറിച്ചിട്ടോ നമ്പറിനെ കുറിച്ചിട്ടോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവിടെ ഞാൻ പറയാം എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യാന്ന്. ഇപ്പൊ നോക്കൂ, ഗോസ് ഷോസ് പ്രസന്റ് ടൈം. ഗോസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടൈമാണ്, ഇപ്പൊ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഞാൻ പറയാം. ശ്രദ്ധിച്ചോളൂ. ടെൻസും കുറച്ചൊക്കെ നിങ്ങൾക്ക് ഇതിൽ പിടികിട്ടും. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഇന്ന് ഇപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പൊ എന്നെ എൻ്റെ ചേച്ചി വിളിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്ന കാര്യം എന്താവും? തുടക്കത്തിൽ തന്നെ എന്തോടും അവിടെ നല്ല മഴയുണ്ടോ എന്ന് ചോദിക്കും അല്ലേ, ചേച്ചിയാണെങ്കിൽ. അപ്പൊ ഞാൻ എന്താ പറയാ? നല്ല മഴയാണെന്നാ പറയാ. ദാ മഴപ്പ പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാ പറയാ. എങ്ങനെ പറയാ? നമുക്കറിയാം, നിങ്ങള് ഇറ്റ് വരും അതിൽ അല്ലേ. നമ്മൾ നോർമലി ഉപയോഗിക്കുമ്പോൾ ഒരു റെയിനിന്റെ വാക്ക് വേണം. ഇപ്പോ എന്ന് പറയാൻ നൗവും വേണം. ഇത് മൂന്നുമാണ് വേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ പറയുമ്പോ ഇറ്റ് ഇപ്പ മഴ പെയ്യാണ് എന്ന് പറയാൻ നൗ എന്ന് ഞാൻ ഉപയോഗിച്ചു. ഇനി വെർബിൽ എന്ത് മാറ്റം വരണം? ഇപ്പ നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യം പറയാനും നിങ്ങൾ ഈസ്, ആം, ആറ് ഇതിലേതെങ്കിലും ഒന്നെടുക്കണം പ്ലസ് ing ഫോം ഓഫ് ദ വെർബ്. ഇതാണ് അവിടെ ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണം. ഇറ്റ് ആയതുകൊണ്ട് അത് സിംഗുലർ ആണ്. അപ്പോ ഇറ്റ് ഈസ് റെയിനിങ് നൗ. ഞാനിപ്പോ ഒരു കവിയാണ്. അപ്പൊ ഞാൻ പറയാണ് ഞാൻ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ. അപ്പൊ ഐ ആം റെയിനിങ് നൗ. ഞാനിപ്പോ കവിയാണ്. അപ്പൊ ഞാൻ കവിയുടെ ഭാഷയിൽ പറയാണ് ഐ ആം റെയിനിങ് നൗ. അപ്പൊ ഞാൻ കവിയായിട്ടാ അതിൻ്റെ സാഹിത്യ ഭാഷയിൽ പറഞ്ഞു.
ഇനി ഇന്നലെ പെയ്തു എന്ന് പറയുമ്പോൾ ഈസ് റെയിനിങ് പറ്റില്ല. ഇന്നലെ പെയ്തു എന്ന് പറയാണ് വിചാരിച്ചോളൂ. അപ്പൊ അവിടെ നമ്പർ ഉണ്ട്, റെയിനിങ്ങിന് നമ്പർ ഉണ്ട്. ഐ ആം റെയിനിങ് ആയി മാറി. ഐയോടൊപ്പം വരുമ്പോൾ ആം വേണം. അല്ല, പേഴ്സൺ ഉണ്ട്, ഐയോടൊപ്പം വരുമ്പോൾ ആം ആണ്. ഇനി ഇന്നലെയാണ് പെയ്തത് എന്ന് വിചാരിച്ചോളൂ. യെസ്റ്റർഡേ, ഇന്നലെ മഴ പെയ്തു ഇവിടെ. അപ്പോ ഇറ്റ് റെയിൻഡ് ആയി മാറി. കണ്ടുവോ? ടെൻസും ഉണ്ട്. ഇതിനെയാണ് ഫൈനൈറ്റ് വെർബ് എന്ന് പറയുന്നത്. പക്ഷേ ടു റെയിൻ എന്ന് വന്നാൽ പേടിക്കേണ്ട, ഇത് ഇൻഫൈനൈറ്റ് വെർബാ. ഒരു ഉദാഹരണത്തിന് നോക്കാം. ദാ മഴ പെയ്യാൻ പോവാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇവിടെ എന്ത് മറ വന്നാലും ഇറ്റ് ഈസ് ഐ ആം ഗോയിങ് ടു റെയിൻ ഇങ്ങനെ പറയേണ്ടി വിചാരിച്ചോളൂ. ഈ റെയിന് മാറ്റല്ല. ഇവിടെ ടു റെയിൻ തന്നെ, ഇവിടെ ടു റെയിൻ തന്നെ. ഓക്കെ, സോ ടു വെച്ചിട്ടൊരു വെർബ് വരികയാണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് ആണ്. ടു തൊട്ടതിന് ശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ അത് ഇൻഫിനിറ്റീവ് ആണ്. ഇൻഫിനിറ്റീവിനെ തിരിച്ചറിയാനുള്ള ഒരു വഴിയുണ്ടല്ലോ. ക്ലോസ് അതോടുകൂടി തിരിച്ചറിയട്ട. ക്ലോസ് തിരിച്ചറിഞ്ഞാൽ നമുക്ക് സിമ്പിളും കോംപ്ലക്സും കോമ്പൗണ്ടും ഒക്കെ വളരെ ഈസി ആയിട്ട് തിരിച്ചറിയാം. വെയിറ്റ്, ഇതറിയാതെ നമ്മൾ അത് പഠിച്ചിട്ട് കാര്യമില്ല. ഈ ക്ലാസ്സോടുകൂടി കഴിയും. ഇനി ഇൻഫൈനൈറ്റ് വെർബിനെ തിരിച്ചറിയാൻ പറ്റാവുന്ന മറ്റൊരു സന്ദർഭം പറയാം. ഇൻഫൈനൈറ്റ് വെർബിനെ തിരിച്ചറിയുന്ന മറ്റൊരു സന്ദർഭം നമുക്ക് പറയാം. എന്താണ്? ടെസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞു. ഫൈനൈറ്റ് വെർബ്, ഇൻഫിനിറ്റീവ്, ടു ഗോ, ടു ഈറ്റ്, ടു സ്റ്റഡി. ഇനി ജെറൻഡ്. ഞാൻ ജെറൻഡ് എന്താ വെച്ചാൽ അത് നൗൺ ഫോം ആണ്. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വെർബാണെന്ന് വിചാരിക്കുക, അത് ശരിക്കും നൗൺ ആണ്. നിങ്ങൾ അതൊന്നും ആലോചിക്കണ്ട. സ്വിമ്മിങ് എന്ന് മാത്രം വന്നു വിചാരിച്ചോളൂ. സ്വിമ്മിങ്, അതിൻ്റെ ഒപ്പം ഈസില്ല, ആമില്ല, ആറില്ല, വാസില്ല, വേറില്ല. വെറും സ്വിമ്മിങ് എന്ന് മാത്രം വന്നാൽ, വെറും ING ഫോം വന്നാൽ അത് ഇൻഫിനിറ്റീവ് ആണ്. വെറും ING ഫോം. സ്വിമ്മിങ് ഈസ് ഫൺ, അവിടെ സ്വിമ്മിങ് വെർബ് അല്ല, അത് ഇൻഫൈനൈറ്റ് വെർബാണ്. അവിടെ ഈസ് ആണ് വെർബ്. റീഡിങ് ഹെൽപ്സ്, അവിടെ ഹെൽപ്സ് ആണ് വെർബ്. റീഡിങ് നൗൺ ആണ്. അതായത് ING ഫോം ചേർത്തിട്ട് എങ്ങനെയാണ് അത് നൗൺ ആണെന്ന് ഉറപ്പിക്കുക? ഇതിന്റെ മുമ്പിൽ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ ഉണ്ടാവില്ല. ഇനി പാർട്ടിസിപ്പിൾ, തേർഡ് ഫോം ഓഫ് ദ വെർബ് വരാം, ING ഫോം വരാം. റണ്ണിങ് വാട്ടർ, ബ്രോക്കൺ ഗ്ലാസ്. ഇവിടെയൊക്കെ നോക്കൂ, ഇതിന്റെ മുന്നിൽ നേരെ ഒരു നൗൺ വരികയാണ്. റണ്ണിങ് വാട്ടർ, ഒഴുകിപ്പോകുന്ന വെള്ളം. ബ്രോക്കൺ ഗ്ലാസ്, പൊട്ടിപ്പോയ ഗ്ലാസ്. അവിടെ ബ്രോക്കണും റണ്ണിങ്ങോടെ ഒപ്പം ആര് വന്നിട്ടില്ല? ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതൊക്കെ തന്നെ ഇൻഫിനിറ്റീവ് ആണ്. അപ്പോൾ ഈ ING ഫോം വരുമ്പോൾ, വെർബിന്റെ തേർഡ് ഫോം ഒറ്റയ്ക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ ടു ഗോ, ടു ഈറ്റ്, ടു സ്റ്റഡി, ഇതൊക്കെ ഇൻഫിനിറ്റീവ് ആണ്. അങ്ങനെ ഇൻഫിനിറ്റീവ് വെർബ് ആണെങ്കിൽ അത് ക്ലോസ് അല്ല. ഒരു ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടായിരിക്കണം. ഒരു ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബ് ഉണ്ടായിരിക്കണം. ഇപ്പൊ എന്താ ക്ലോസ് എന്ന് തിരിച്ചറിയാൻ പറ്റും. ടു ഗോ മാത്രമേ ഉള്ളൂ അവിടെ. വേറെ ഒരു വെർബിനെയും നമ്മൾ കാണാനില്ല വെച്ചാൽ ഉറപ്പിച്ചോ അത് എന്തല്ല, അത് ക്ലോസ് അല്ല. അതിനെ പറയുന്ന പേരാണ് ഫ്രേസ്, എ കളക്ഷൻ ഓഫ് വേർഡ്സ്. കുറച്ച് വേർഡിന്റെ കൂട്ടം. വെറും ING ഫോം മാത്രമേ ഉള്ളൂ, അതിൻ്റെ ഒപ്പം ഒരു ഹെൽപ്പിംഗ് വെർബും ഇല്ല. അല്ലെങ്കിൽ വെറും തേർഡ് ഫോമേ ഉള്ളൂ, ബ്രേക്ക്, ബ്രോക്ക്, ബ്രോക്കൺ, തേർഡ് ഫോമേ ഉള്ളൂ, അതിൻ്റെ ഒപ്പം ഒരു ഹെൽപ്പിംഗ് വെർബും ഇല്ല. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഫ്രേസ് ആണ്, ക്ലോസ് അല്ല. കാരണം ഇത് മൂന്നും ഇൻഫിനിറ്റീവ് ആണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഐ ആം റണ്ണിങ് വേഴ്സസ് റണ്ണിങ് ഈസ് ഗുഡ്. ഐ ആം റണ്ണിങ്ങിൽ റണ്ണിങ് എന്താണ്? ഐ ആം റണ്ണിങ്ങിൽ റണ്ണിങ് ഫൈനൈറ്റ് ആണ്. കാരണം റണ്ണിങ്ങിന്റെ മുന്നിൽ ആം വന്നിട്ടുണ്ട്. ഈസ്, ആം, ആർ, വാസ്, വേറൊക്കെ വരും. പക്ഷെ ഇവിടെ റണ്ണിങ് ഈസ് ഗുഡില് റണ്ണിങ് എന്തല്ല? ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. കാരണം അത് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. ക്യാൻ സ്വിമ്മും ടു സ്വിമ്മും. ക്യാൻ സ്വിമ്മിൽ സ്വിമ്മിന്റെ മുന്നേ ക്യാൻ വന്നിട്ടുണ്ട്. പക്ഷെ ടു പ്ലസ് വെർബ് വന്നാൽ, വെർബിന്റെ ഫസ്റ്റ് ഫോം വന്നാൽ അത് ഇൻഫൈനൈറ്റ് ആണ്. എന്താ ക്ലോസ്? ക്ലോസിൽ ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കും, ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ടായിരിക്കും. ആരാണ് ഈ സബ്ജക്റ്റ്? ആരാണോ വെർബ് പെർഫോം ചെയ്യുന്നത് അയാളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ സെന്റൻസ് എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മാംഗോ ഈസ് ഗ്രീൻ.
ആ സെന്റൻസ് എന്തിനെ കുറിച്ചിട്ടാണ് പറയണത്? ആ മാങ്ങേനെ കുറിച്ചിട്ട്. ആ മാങ്ങേനെ കുറിച്ച് പറയുമ്പോൾ ആ മാങ്ങയാണ് സബ്ജക്റ്റ്. നമ്മുടെ ഇന്നത്തെ സംസാരത്തിന്റെ സബ്ജക്റ്റ് എന്താ ചോദിക്കാറില്ലേ? അതന്നെ സബ്ജക്റ്റ്. രാമ കിൽഡ് രാവണ. അവിടെ വെർബ് ആരാ? കിൽഡ്. അത് പെർഫോം ചെയ്തത് ആരാ? ആ കൊലപാതകം നടത്തിയതാരാ? രാമൻ. അതുകൊണ്ട് അത് സബ്ജക്റ്റ് ആണ്. ഇപ്പൊ വെർബ് പെർഫോം ചെയ്യുന്ന ആള്, അതല്ലെങ്കിൽ ആരെ കുറിച്ചാണോ എന്തിനെ കുറിച്ചാണോ സെന്റൻസ് പറയുന്നത്, അപ്പൊ ഹൂ അഥവാ വാട്ട് എന്ന് വെർബിനോട് ചോദിച്ചാൽ മതി. രാമ കിൽഡ് രാവണ. സബ്ജക്റ്റ് ഏതാണെന്ന് അറിയാൻ ആ കിൽഡ് എന്നാളതാണ് എന്റെ വെർബ്. നിങ്ങളോട് ചോദിക്കുക ഹൂ കിൽഡ് രാവണ. ദ കാറ്റ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. നിങ്ങൾ ചോദിക്കുക ഹൂ ജംപ്ഡ്. ഇത്രയേ ഉള്ളൂ. അപ്പൊ വെർബിനോട് വാട്ട് അഥവാ ഹൂ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് സബ്ജക്റ്റ്. അഥവാ ആ വെർബ്, ആ ആക്ഷൻ ആരാണ് പെർഫോം ചെയ്യുന്നത്, അഥവാ സെന്റൻസ് ആരെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ദാറ്റ്സ് ആൾ സബ്ജക്റ്റ്. അപ്പൊ ഒരു ക്ലോസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കണം. ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ടായിരിക്കണം. ഒരു സബ്ജക്റ്റിനെയും ഫൈനൈറ്റ് വെർബിനെയും കണ്ടാൽ നിങ്ങൾ ഉറപ്പിച്ചോ അതൊരു ക്ലോസ് ആണ്. ക്ലോസ് എന്താന്ന് പിടികിട്ടിയോ? ഇത്രയേ ഉള്ളൂ. ഒരു സബ്ജക്റ്റിനെയും ഫൈനൈറ്റ് വെർബിനെയും കണ്ടാൽ അത് ഒരു ക്ലോസ് ആയിരിക്കും. when he comes അവിടെ നോക്കൂ, he സബ്ജക്റ്റ്, comes വെർബ്. in the morning ഇല്ല, സബ്ജക്റ്റ് ഉണ്ടോ? സബ്ജക്റ്റ് ഉണ്ടോ? in the morning രാവിലെ. ആര് രാവിലെ? എന്ത് രാവിലെ? ഇല്ല. ഇനി മോർണിംഗ്, in the morning ഒന്നുമില്ല. to play cricket സബ്ജക്റ്റ് ഉണ്ടോ? ആരാ കളിക്കണമെന്ന് പറയുന്നുണ്ടോ? മാത്രമല്ല ടു പ്ലേ എന്നാണ് വന്നിട്ടുള്ളത്. ടു പ്ലേ ഇൻഫിനിറ്റീവ് ആണ്. വെർബ് എന്താണ്? ഇൻഫൈനൈറ്റ് വെർബാണ്. ഫൈനൈറ്റ് വെർബ് വേണം. ഏതൊക്കെയാ ഇൻഫൈനൈറ്റ് വെർബ്? 2+ വെർബ്, 1 ING ഫോം ഓഫ് ദ വെർബ്, ആ വെർബിന്റെ ING ഫോം മാത്രം. സ്വിമ്മിങ് ഈസ് ഗുഡ്, അതിൽ സ്വിമ്മിങ് ING ഫോം മാത്രം. അതല്ലെങ്കിൽ നമ്മൾ വെർബിന്റെ തേർഡ് ഫോം ബ്രോക്കൺ ഗ്ലാസ്, അവിടെ ബ്രോക്കൺ മാത്രം, അതിന്റെ ഒന്നും ഹെൽപ്പിംഗ് വെർബില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഇൻഫൈനൈറ്റ് വെർബാണ്. അത് ഒന്നുകൊണ്ടും കാര്യമില്ല. ബിക്കോസ് ഇറ്റ് റെയിൻസ്, അവിടെ ഇറ്റ് റെയിൻസ് ഉണ്ട്. ഇറ്റ് സബ്ജക്റ്റ്, റെയിൻസ് വെർബ്. ഇത് ഫൈനൈറ്റ് ആണ്, അതുകൊണ്ട് ക്ലോസ് ആണ്. ഇവിടെ എന്തില്ല? സബ്ജക്റ്റും ഫൈനൈറ്റ് വെർബും ഇല്ല. ഇവിടെയും സബ്ജക്റ്റും ഫൈനൈറ്റ് വെർബും ഇല്ല. അപ്പൊ ഒന്ന് ക്ലോസ് ആവാൻ സബ്ജക്റ്റും വേണം, ഫൈനൈറ്റ് വെർബും വേണം. ഓക്കെ. ഇനി 2 ടൈപ്സ് ഓഫ് ക്ലോസ് ആണ്. ഒന്ന് മെയിൻ ക്ലോസ്. ഒന്ന് എന്ത് ക്ലോസ് ആണ്? മെയിൻ ക്ലോസ്. മെയിൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ അർത്ഥം തരുന്ന സെന്റൻസ്. അത് കംപ്ലീറ്റ് സെൻസ് തരും. ഇപ്പൊ ഐ ആം ഹാപ്പി കംപ്ലീറ്റ് സെൻസ് ആണ്. സ്റ്റുഡൻസ് സ്റ്റഡി കംപ്ലീറ്റ് സെൻസ്, കുട്ടികൾ പഠിക്കുന്നു. എന്നാൽ മറ്റൊരു സെന്റൻസ് ഇല്ലാതെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഓക്കെ. when I arrive, ഞാൻ എത്തിയപ്പോൾ. എന്തോ ഒന്നും കൂടി പറയാല്ലേ? കുട്ടിയോട് പഠിക്കണം കേട്ടോ, ഫുള്ള് സെന്റൻസാ. അതെ, മഴ പെയ്തപ്പോ നമ്മൾ നോക്കില്ലേ ഇനി എന്താ അടുത്ത് വരാൻ പോണ്? മഴ പെയ്തപ്പോൾ എന്ന് പറയുന്നത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. അതിൽ സബ്ജക്റ്റ് ഉണ്ട്, ഫൈനൈറ്റ് വെർബ് ഉണ്ട്. പക്ഷേ ഒരു ഭാഗം കൂടി വന്നാലേ അത് പൂർണ്ണമാവുള്ളൂ. ഇതിനെയാണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായല്ലോ? സബോർഡിനേറ്റ് ക്ലോസ് എന്താണെന്ന് മനസ്സിലായല്ലോ? ക്ലിയർ ആവുന്നുണ്ടോ? സബോർഡിനേറ്റ് ക്ലോസും മെയിൻ ക്ലോസും എന്താണെന്ന് മനസ്സിലായല്ലോ? ഒറ്റയ്ക്ക് നിൽക്കുമ്പോ ഐ ആം സ്റ്റഡിയിങ്, ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഞാൻ പഠിക്കുകയാണ്. യെസ്, ആയിക്കോട്ടെ, പഠിച്ചോളൂ. വെൻ ഐ ആം സ്റ്റഡിയിങ്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോ. അപ്പൊ നമ്മള് നീ എന്താ പറയ്, നമുക്കൊരു നിർത്തം നിൽക്കില്ലേ, അത് സബോർഡിനേറ്റ് ക്ലോസാ. യെസ്, ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റാത്തത്. അതിൽ വെന്ന് വരും, ബിക്കോസ് വരും, അങ്ങനെ കുറെ ചങ്ങാതിമാര് വരും. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഇപ്പൊ തന്നെ പറയാം. അപ്പോ അവിടെ ക്ലിയർ ആണല്ലോ. ഇനി അവിടെ ഇൻഡിപെൻഡന്റ് ആണോ എന്ന് നോക്കാൻ നിങ്ങൾ ആകെ ഒരു ടെസ്റ്റ് നടത്തിയാൽ മതി. എന്താണ് ആ ടെസ്റ്റ് എന്ന് പറയുന്നത്? ഇൻഡിപെൻഡന്റ് ആണോ നോക്കാൻ നിങ്ങൾ നടത്തേണ്ട ടെസ്റ്റ് എന്താണെന്ന് പറയേണ്ടത്? ഒരു മിനിറ്റ്, നമ്മുടെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരു വർക്ക് ചെയ്യാം. ഡസ് ഇറ്റ് മേക്ക് കംപ്ലീറ്റ് സെൻസ്? അതായത് നമ്മളങ്ങനെ ആകാംക്ഷയോട് കൂടി നിൽക്കേണ്ട ആവശ്യം വരുന്നുണ്ടോ? ദ കാറ്റ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ, പൂച്ച വെള്ളത്തിലേക്ക് ചാടി. ഓക്കെ. വെൻ ദ കാറ്റ് ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ,
പൂച്ച വെള്ളത്തിൽ ചാടിയപ്പോൾ. ഓക്കെ, അവിടെ എന്തോ ഒന്ന് ബാലൻസ് ഉണ്ട്. അപ്പോ വെന്നൊക്കെ ചേരുമ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെന്, വേർ, ബിക്കോസ്, സിൻസ്, ഈഫ്, അൺലെസ്, തോ, ആൾത്തോ, ദാറ്റ്, വിച്ച്, ഹൂ, വാട്ട്, ഹൗ ഒക്കെ വെച്ച് തുടങ്ങുമ്പോൾ അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. അപ്പൊ സബോർഡിനേറ്റ് ക്ലോസ് ആണെന്ന് മനസ്സിലായി. ഇനി ക്ലോസ് വെച്ചിട്ടാണ് നമ്മൾ ഈ സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പൊ ക്ലോസ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് വെർബും സബ്ജക്റ്റും ചേർന്നതാണ്. നിങ്ങൾക്കറിയാം ഇൻഫൈനൈറ്റ് വെർബ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ അതല്ലാത്തതൊക്കെ ഫൈനൈറ്റ് വെർബാണ്. ഇൻഫൈനൈറ്റ് വെർബ് മനസ്സിലാക്കാൻ 99% പറ്റാവുന്ന ഒരു ടെസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുള്ളൂ. ING ഫോം ഒറ്റയ്ക്ക് വരിക, വെർബിന്റെ 2+ വെർബ് ഫോം വരിക, പ്ലസ് ഏതാണ് വെർബിന്റെ 3rd ഫോം വരിക. അത് മാത്രമേ ഉള്ളൂ വെച്ചാൽ അതുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ഫൈനൈറ്റ് വെർബും ഉണ്ട്, ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതായത് ഒരു ക്ലോസിൽ ഒരു ഫൈനൈറ്റ് വെർബും വേണം, ഒരു സബ്ജക്റ്റും വേണം. വേറെ ആരുണ്ടെങ്കിലും പ്രശ്നമുള്ള കാര്യമല്ല, അതുണ്ടായിരിക്കണം. അപ്പോ സിമ്പിൾ ആണെങ്കിൽ മെയിൻ ക്ലോസ് ഞാൻ പറയില്ലേ, ഇൻഡിപെൻഡന്റ് ക്ലോസ്, അതിനെയാണ് മെയിൻ ക്ലോസ് എന്ന് പറയാ. സബോർഡിനേറ്റ് ക്ലോസിനെയാണ് ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയാ. സിമ്പിൾ ആണെങ്കിൽ ഒറ്റ മെയിൻ ക്ലോസ് മാത്രം. ഒരു മെയിൻ ക്ലോസ് ആണെങ്കിൽ അതിൽ എത്ര ഫൈനൈറ്റ് വെർബ് ഉണ്ടായിരിക്കണം? ഒരു ഫൈനൈറ്റ് വെർബ്. സോ ഒരു ഫൈനൈറ്റ് വെർബും ഒരു സബ്ജക്റ്റുമാണ് ഒരു സെന്റൻസിലുള്ളെങ്കിൽ കണ്ണും ചിമ്പി എഴുതിക്കോ, അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. ക്ലിയർ? ഉറപ്പിച്ചോ? സിമ്പിൾ കാര്യം. ഒരു ഫൈനൈറ്റ് വെർബിനെയും ഒരു സബ്ജക്റ്റിനെയും മാത്രമേ നമ്മൾ അവിടെ കാണുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ സെന്റൻസ് ആയിരിക്കും. നമ്മളിത് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പോകും. ദെൻ അടുത്തത്, രണ്ടാളുണ്ടെന്ന് വിചാരിച്ചോ, 2 സബ്ജക്റ്റും 2 വെർബും ഉണ്ടെങ്കിൽ, 2 ഫൈനൈറ്റ് വെർബും ഉണ്ടെങ്കിൽ അവിടെ 2 മെയിൻ സെന്റൻസിന് സാധ്യതയുണ്ട്. അപ്പൊ അത് കോമ്പൗണ്ടോ കോംപ്ലക്സോ ആവാം. കോമ്പൗണ്ട് ആവാം, കോംപ്ലക്സ് ആവാം. അതെങ്ങനെ തിരിച്ചറിയാം? കോമ്പൗണ്ടില് 2 മെയിൻ ആയിരിക്കണം, കോംപ്ലക്സിൽ 1 മെയിനും 1 സബോർഡിനേറ്റും ആയിരിക്കണം. നമുക്ക് വരാം. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് ആണെങ്കിലോ 2 മെയിനും 1 സബോർഡിനേറ്റും വരുമ്പോ നോക്കാം എന്താണ് എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യത്തിലേക്ക് പോയിട്ട് നമുക്ക് ഇതെന്താണെന്നുള്ളത് നമുക്കൊന്ന് തിരിച്ചറിയാം. ചോദ്യത്തിലേക്കല്ല, ഞാൻ സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സും എന്താണെന്ന് പറയാം. ഇവിടെ എവിടെയോ ഉണ്ട് ആളേനെ. ഓക്കെ, ഇതായിരിക്കും. ഇല്ല, ഞാൻ സോറി, സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ഇത്ര തന്നെയുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാ സിമ്പിൾ കോമ്പൗണ്ട് കോംപ്ലക്സ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സ് എന്താണെന്ന് അറിയാൻ അതാണല്ലോ നമ്മൾ പറഞ്ഞത് അല്ലേ? അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കുക, മെയിൻ ക്ലോസ് ഒറ്റൊന്നേലോ വെച്ചാൽ സിമ്പിള്, 2 മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ട്, 2ഓ 2ൽ കൂടുതലോ ഉണ്ടെങ്കിൽ. ഇനി നോക്കുക, സബോർഡിനേറ്റ് ക്ലോസ് ഞാൻ പറഞ്ഞു പൂർണ്ണമായ അർത്ഥമില്ല, പക്ഷെ ക്ലോസ് ആണ്. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും ഉണ്ടെങ്കിൽ അപ്പോ നോ സബോർഡിനേറ്റ് അതെന്തായിരിക്കും? സിമ്പിളോ കോമ്പൗണ്ടോ ആയിരിക്കും. സബോർഡിനേറ്റ് ഉണ്ടെങ്കിൽ കോംപ്ലക്സോ കോമ്പൗണ്ട് കോംപ്ലക്സോ ആയിരിക്കും. ഒരു സബോർഡിനേറ്റ് ക്ലോസും ഇല്ലെങ്കിൽ സിമ്പിളും കോമ്പൗണ്ടും ആയിരിക്കും. ഇത്ര മാത്രം ഓർത്ത് വയ്ക്കുക, പിന്നെ നമുക്ക് വിശദീകരിക്കാം. സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടെങ്കിൽ അത് കോംപ്ലക്സോ കോംപ്ലക്സോ ആയിരിക്കും. ഇനി നോക്കൂ, ഒരൊറ്റ മെയിൻ ക്ലോസ്, അപ്പൊ സിമ്പിൾ. മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ ഒരു സബ്ജക്റ്റും ഒരു ഫൈനൈറ്റ് വെർബും. 2 മെയിൻ ക്ലോസ്, അപ്പൊ കോമ്പൗണ്ട്. ഒരു മെയിൻ ക്ലോസും ഒന്നിലധികമോ സബോർഡിനേറ്റ് ക്ലോസും കോംപ്ലക്സ്. 2 മെയിൻ ക്ലോസും 1 സബോർഡിനേറ്റ് ക്ലോസും, അല്ലെങ്കിൽ ഒന്നിലധികം സബോർഡിനേറ്റ് ക്ലോസും, കോമ്പൗണ്ട് കോംപ്ലക്സ്. ഇത്രയും വേണ്ടട്ടോ. അതൊക്കെ ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറയുകയാണ്. നമ്മൾ 3-4 സെക്കൻഡിലുള്ളത് കണ്ടാൽ തിരിച്ചറിയും വരാൻ പോണില്ല. പക്ഷെ ധാരണ നിങ്ങൾക്കൊന്ന് വേണം. 1 മെയിൻ ക്ലോസ് ഓൺലി. 1 മെയിൻ ക്ലോസ് ആണെങ്കിൽ ഒരൊറ്റ ഫൈനൈറ്റ് വെർബ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആക്ഷൻ വിത്ത് സബ്ജക്റ്റ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ഒറ്റ ഫൈനൈറ്റ് വെർബും ഒറ്റ സബ്ജക്റ്റ് ഉള്ളെങ്കിൽ അത് സംശയം വേണ്ട, അത് സിമ്പിൾ സെന്റൻസ് ആണ്.
ഇപ്പോ ജോൺ വെന്റ് ടു ലണ്ടൻ, ഇത് തന്നാൽ ഇവിടെ വെന്റ് വെർബാണ്. ഗോ വെന്റ് ഗോൺ, നോക്കുക, ഗോ വെന്റ് ഗോൺ. അതിൽ ഗോൺ വന്നാൽ ജോൺ ഗോൺ എന്ന് പറയില്ല. ഗോണിനൊപ്പം ഏതെങ്കിലും ഹെൽപ്പിംഗ് വെർബ് ഉണ്ടായിരിക്കും. ഗോൺ എന്ന് മാത്രമാണ് അവിടെ തന്നിട്ടുള്ളത് വെച്ചാൽ വേറെ ഒരു ഹെൽപ്പിംഗ് വെർബും ഇല്ലെങ്കിൽ കണ്ണും ചീമ്പി അവിടേക്ക് നോക്കുക വേണ്ട, അത് മെയിൻ ക്ലോസ് അല്ല. അപ്പൊ ഇവിടെ ഗോൺ വന്നിട്ടില്ല, ഇവിടെ വെന്റാണ് വന്നിട്ടുള്ളത്. ആര് വെന്റ്? ഹു, വാട്ട്, ജോൺ. അതുകൊണ്ട് ഇവിടെ സബ്ജക്റ്റും ഉണ്ട്, ഫൈനൈറ്റ് വെർബും ഉണ്ട്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പറയും ക്ലോസ് എന്ന് പറയും. ഇനി നോക്കുക, ജോൺ വെന്റ് ടു ലണ്ടൻ, ജോൺ ലണ്ടനിലേക്ക് പോയി, ഇത് ക്ലോസ് ആണ്, പൂർണ്ണാർത്ഥമുണ്ട്, ഒറ്റ മെയിൻ ക്ലോസേ ഉള്ളൂ, അതുകൊണ്ട് സിമ്പിൾ സെന്റൻസ് ആണ്. സ്റ്റാൻഡിങ് ക്വയറ്റ്ലി ഹി വെയിറ്റഡ്, ഇവിടെ നോക്കുക, സ്റ്റാൻഡിങ് ക്വയറ്റ്ലി ഹി വെയിറ്റഡ്. ഇവിടെ രണ്ട് വെർബിനെ നിങ്ങൾക്ക് തോന്നും, ഒന്ന് സ്റ്റാൻഡിങ് വെർബാണോ തോന്നും, അല്ല. ING ഒറ്റയ്ക്ക് വന്നാൽ അത് വെർബല്ല. അപ്പൊ സ്റ്റാൻഡിങ് ക്വയറ്റ്ലി, പോയി കാര്യം, അത് ഫ്രേസ് ആണ്. കാരണം സ്റ്റാൻഡിങ് മാത്രമേ ഉള്ളൂ, ഈസോ ആമോ ആറോ വാസോ വേറോ ബീയിങ്ങോ ഒന്നും അവിടെ ഇല്ല. അതുകൊണ്ട് സ്റ്റാൻഡിങ്ങിനെ ഒഴിവാക്കി. സ്റ്റാൻഡിങ് ക്വയറ്റ്ലി ഫ്രേസ് ആണ്, കൺസിഡർ ചെയ്യണ്ട. ഹി വെയിറ്റഡ്, ക്ലിയർ. ഹി വെയിറ്റഡ്, വെയിറ്റഡ് വെർബാണ്. അതിന് ആര് വെയിറ്റഡ്? ഹി. സോ ഇവിടെ ഒരൊറ്റ ക്ലോസേ ഉള്ളൂ, ഹി വെയിറ്റഡ്, അവൻ കാത്തു നിന്നു. യെസ്, ക്ലിയർ. അത് മെയിൻ ക്ലോസ് ആണ്. അപ്പൊ സ്റ്റാൻഡിങ് ക്വയറ്റ്ലി കൺസിഡർ ചെയ്യണോ? വേണ്ട, ഫ്രേസ് ആണ്. എത്ര ഫ്രേസ് ആച്ചാ വന്നോട്ടെ, അത് സിമ്പിളോ കോമ്പൗണ്ടോ കോംപ്ലക്സോ കോമ്പൗണ്ട് കോംപ്ലക്സോ തീരുമാനിക്കുന്നതിൽ അതിനൊരു റോളും ഇല്ല. അതുകൊണ്ട് ഇത് സിമ്പിൾ ആണ്. ഓയിങ് ടു ലേസിനെസ് ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. 2022 PSC പരീക്ഷയ്ക്ക് വന്നതാണ് ഈ ചോദ്യം. ഇപ്പൊ വന്നാൽ നിങ്ങൾക്ക് മറ്റും. ഓയിങ് ടു ലേസിനെസ്, ഓയിങ് നിങ്ങൾക്ക് തോന്നി വെർബാണോ? അപ്പൊ നോക്കി, ഈസോ ആമോ ആറോ വാസോ വേറോ ഈ ചങ്ങായിയുടെ ഒപ്പം വന്നിട്ടുണ്ടോ? ഇല്ല, തള്ളി. ഇനി അയാളെ പരിഗണിക്കേ വേണ്ട, ഫ്രേസ് ആണ്. പോ. ഇനി ആരാ ഉള്ളത്? ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീം. കുഡൊക്കെ വന്നാൽ അതിന് ശേഷം ഒരു വെർബാണ് വരിക. അക്കംപ്ലിഷ് വെർബ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. കുഡിൻ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്കി എന്നുള്ളതാണ്. കംപ്ലീറ്റ് ആക്കി നമുക്ക് ഊഹിക്കാം. അപ്പൊ ഹി കുഡിന്റ് അക്കംപ്ലിഷ്, കുഡിന്റ് അക്കംപ്ലിഷ് കറക്റ്റാ. അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടുണ്ട്, V1 ഫോമും വന്നിട്ടുണ്ട്. സോ ആര് അക്കംപ്ലിഷ് ചെയ്തു? ഹി. സബ്ജക്റ്റും വന്നിട്ടുണ്ട്. ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്, പൂർണ്ണ അർത്ഥം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹിസ് ഡ്രീംസ്, ഡ്രീം എന്ന് പറയുന്നത് ഹി ഈസ് ഡ്രീമിങ് എന്നൊക്കെ പറയും. പക്ഷെ അവന്റെ സ്വപ്നങ്ങൾ എന്നല്ലേ, അത് സ്വപ്നം കാണുക എന്നർത്ഥമൊന്നുമില്ലല്ലോ. അങ്ങനെയൊക്കെ ചില സംശയം വന്നാൽ, അപ്പോ ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീം, ഇത് മെയിൻ ക്ലോസ് ആണ്. സോ ഇത് സിമ്പിൾ ആണ്. അപ്പോ ഇഫ് യു സീ ദ ഫ്രേസ്, ഏതാണ്? പാർട്ടിസിപ്പിൾ പ്രിപ്പോസിഷണൽ ഫ്രേസസ് എന്നൊക്കെ അതിന് പറയാ. ഏത്? ഈ ഓയിങ് ടു ലേസിനെസ്. അതൊന്നും കണ്ടാൽ മൈൻഡ് ചെയ്യരുത്, കാരണം അത് ഇൻഫിനിറ്റീവാ. എന്നിട്ട് വൺ മെയിൻ ക്ലോസ് ആണെങ്കിൽ അത് സിമ്പിൾ ആണ്. ഓക്കെ. ഇനി കോമ്പൗണ്ട് ആണെങ്കിലോ രണ്ട് മെയിൻ ക്ലോസോ രണ്ടിൽ കൂടുതലോ ഉണ്ടായിരിക്കും. അതായത് രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ടായിരിക്കും, കോമ്പൗണ്ടിൽ. പക്ഷെ രണ്ട് ഫൈനൈറ്റ് വെർബ്സ് ഉണ്ടെങ്കിൽ അത് കോമ്പൗണ്ടും കോമ്പൗണ്ട് കോംപ്ലക്സും ആവാട്ടോ, വെറും കോമ്പൗണ്ട് അല്ല. അപ്പൊ രണ്ട് മെയിൻ ക്ലോസ് ആണോ നോക്കണം. അവിടെ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു ഉപാധി ഞാൻ പറയാം. ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ 99% അത് കോമ്പൗണ്ട് ആയിരിക്കും. എന്താ അതിന്റെ പേര്? ഫാൻ ബോയ്സ്. 99%. അല്ലാത്ത സന്ദർഭത്തിൽ എങ്ങനെ തിരിച്ചറിയണം എന്നുള്ളത് ഞാൻ പറയും. 99%. ഏതാണ് ഫാൻ ബോയ്സ്? ഫോർ, ആൻഡ്, നോർ, ബട്ട്, ഓർ, എറ്റ്, സോ. ഓർത്തു വെച്ചോളൂ, ഇതാണ് ഫാൻ ബോയ്സ്. ഈ ചങ്ങാതിമാരുണ്ടോ നോക്കുക. അതിൽ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ 99% നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്നത് അത് എന്തായിരിക്കും? കോമ്പൗണ്ട് ആയിരിക്കും. അതായത് 100 ചോദ്യം ഉണ്ടെങ്കിൽ ഇത് 99 ഒന്നല്ലേ. അത് ഞാൻ അവസാനം പറയാം എങ്ങനെ തിരിച്ചറിയാം. വേണ്ട, ഒരു ഓർത്ത് വെച്ചാൽ മതി. അധികം ഈ ചോദ്യം വരുള്ളൂ. അപ്പോൾ കോമ്പൗണ്ട് സെന്റൻസ് ആണോ എന്നറിയാൻ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അതിൽ ഈ പറയുന്ന ഈ ഫാൻ ബോയ്സ് വേണം. ഫോർ, ആൻഡ്, അതാണ് ഫോറിൽ എഫ്,
എ ആൻഡ്, നോറ്, ബട്ട്, ഓറ്, യെറ്റ്, സോ. കോഡ് ഓർത്ത് വെച്ചാൽ മതി. ഫാൻ ബോയ്സ്. ഫാൻ ബോയ്സ് ഉണ്ടോ, 2 ഫൈനൈറ്റ് വെർബ് ഉണ്ടോ, കണ്ണും ചിമ്പി പൂശിക്കോ, കോമ്പൗണ്ട് ആണ്. 3 സെക്കൻഡ് അല്ലേ സമയം വേണ്ടുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഫൈനൈറ്റ് അറിയാതെ നമ്മൾ എങ്ങനെ പിടിക്കാൻ പറ്റില്ല. ഇനി ഐ കെയിം, ഹീ ലെഫ്റ്റ്, ആൻഡ് വെച്ചാണ് കൂട്ടിച്ചേർത്ത ഐ കെയിം ആൻഡ് ഹീ ലെഫ്റ്റ്. ആൻഡ് വന്നിട്ടുണ്ട്. 2 ഫൈനൈറ്റ് വെർബ് ഉണ്ട്, കെയിം, ലെഫ്റ്റ്. ഓക്കെ, അങ്ങനെ പലതും വെച്ചിട്ടുണ്ടാക്കാം. ഇനി കോംപ്ലക്സ് ആണെങ്കിലോ, കോംപ്ലക്സ് ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോടെ, ഫാൻ ബോയ്സ് അല്ല വരിക. വെൻ, ഈഫ്, ബിക്കോസ്, ദാറ്റ്, വിച്ച്, ആൾത്തോ, അൺലെസ്. ഇത് വന്നിട്ട് 2 ഫൈനൈറ്റ് വെർബേ ഉള്ളൂ വെച്ചാൽ കോംപ്ലക്സ് ആയിരിക്കും 99%. ഏതൊക്കെയാ? വെൻ, ഈഫ്, ബിക്കോസ്, ദാറ്റ്, വിച്ച്, ആൾത്തോ, അൺലെസ്. അല്ലാതെ ഇത് മാത്രം വെച്ചിട്ട് നിങ്ങൾ അളക്കരുതേ. 2 ഫൈനൈറ്റ് വെർബും വേണം അവിടെ. അപ്പോ അതെന്തായിരിക്കും? അത് കോംപ്ലക്സ് ആയിരിക്കും. വെൻ ഐ അറൈവ്ഡ്, ഹീ ലെഫ്റ്റ്. ഐ അറൈവ്ഡ് ആൻഡ് ഹീ ലെഫ്റ്റ് ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് കോമ്പൗണ്ട് ആവാനാണ് സാധ്യത. ഐ അറൈവ്ഡ് ആൻഡ് ഹീ ലെഫ്റ്റ്. ഓക്കെ, അറൈവ്ഡും ലെഫ്റ്റ് എന്ന് പറയുന്ന 2 ഫൈനൈറ്റ് വെർബ് ഉണ്ട്. സോ കോമ്പൗണ്ടിലേക്ക് തള്ളി. ഫാൻ ബോയ്സാ. പക്ഷേ വെൻ ഐ അറൈവ്ഡ്, വെൻ വരുമ്പോ കോംപ്ലക്സ് ആവാനാണ് സാധ്യത. വെൻ ഐ അറൈവ്ഡ് ഹീ ലെഫ്റ്റ്, അവിടെ എന്താ വന്നിട്ടുള്ളത്? 2 ആളുകൾ. അറൈവ്ഡ് ഉണ്ട്, ലെഫ്റ്റും ഉണ്ട്. ഫൈനൈറ്റ് വെർബ് ഉണ്ട്, വെന്നും വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് എങ്ങനെയാ? അതില് 3 ഫൈനൈറ്റ് വെർബ് വേണം. മിനിമം 3 ഫൈനൈറ്റ് വെർബ് വേണം. മിനിമം എത്ര എണ്ണം വേണം? 3 എണ്ണം. എന്നിട്ടോ അതിൽ ആരൊക്കെ വേണം? ഫാൻ ബോയ്സും വേണം. നേരത്തെ പറഞ്ഞ വെന്ന്, ആൾത്തോ, തോ, ഇതിലൊരാളും വേണം. ഫാൻ ബോയ്സും വേണം, മറ്റേ ആളും വേണം. ഇപ്പൊ 2 പേരും കൂടി വരികയാണ്, 3 ഫൈനൈറ്റ് വെർബും വരികയാണെങ്കിൽ അത് കോമ്പൗണ്ട് കോംപ്ലക്സ് ആണ്. നമുക്ക് ചില എക്സാമ്പിൾസ് ചെയ്തു നോക്കാം. നമ്മുടെ നേരത്തെ എക്സാമിലേക്ക് മടങ്ങി പോകാം. സോ നമുക്ക് നോക്കാം. ദ ഫോളോയിങ് സെന്റൻസ് ഈസ് ഓയിങ് ടു ലേസിനെസ് ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. ഇതിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് പിടികിട്ടും. എന്താ പിടികിട്ടുക? ഇവിടെ ഇത് സിമ്പിൾ ആണ്. ഓയിങ് ടു ലേസിനെസ്, ഓയിങ് വെർബാണ് തോന്നുന്നുണ്ടെങ്കിൽ ഉടൻ നോക്കുക ING ഫോം ആണ്. ലേസിനെസ് വെർബായിന്ന് തോന്നണമെങ്കിൽ ടു ലേസിനെസ് ആണ്. ശരിയാവില്ല. ING ഫോം ഒറ്റയ്ക്ക് വന്നാൽ ശരിയാവില്ല. സോ ഇതിനെ പരിഗണിക്കേണ്ടതില്ല. പിന്നെ ഇതിനെ പരിഗണിക്കേണ്ടത്? പിന്നെ പരിഗണിക്കേണ്ടത് അടുത്ത സെന്റൻസിനെ പരിഗണിച്ചാൽ മതി. ഹി കുഡിന്റ് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. അവിടെ കുഡിന്റ് അക്കംപ്ലിഷ് ഫൈനൈറ്റ് വെർബാണ്. അത് ആര് ചെയ്തു? ഹി സബ്ജക്റ്റ് ഉണ്ട്. സോ ഇത് സിമ്പിൾ ആണ്. സോ സിമ്പിൾ. അടുത്തത് നോക്കൂ. അടുത്ത ചോദ്യം എന്താ വന്നത് ഈ പരീക്ഷയ്ക്ക് വന്ന അടുത്ത ചോദ്യം, കൺവേർട്ട് ദ അസർട്ടീവ് സെന്റൻസ് ടു ഇന്ററോഗേറ്റീവ് ഫോം. ഇവിടെ ഒരു അസർട്ടീവ് സെന്റൻസ് വന്നിട്ടുണ്ട്. യെസ്, ദേ സ്പീക്ക് ഫ്രഞ്ച്. ഇവിടെ സിമ്പിളും കോമ്പൗണ്ടും കോംപ്ലക്സ് അല്ല. നേരത്തെ പങ്ക്ച്വേഷൻ മാർക്കിലേക്ക് പോവുക. ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേറ്ററി മാർക്ക് പറഞ്ഞില്ലേ, അതിലേക്ക് പോകുമ്പോൾ ദേ സ്പീക്ക് ഫ്രഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ എന്താണ്? ഫുൾ സ്റ്റോപ്പ് ആണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് എക്സ്ക്ലമേറ്ററിയോ ഇന്ററോഗേറ്റീവോ അല്ല. ഇനി ആവാൻ സാധ്യത ഇംപരേറ്റീവോ അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റോ ആണ്. അസർട്ടീവ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് സെന്റൻസിന്റെ ഒരു ഫാൻസി വേർഡാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇത് ദേ സ്പീക്ക് ഫ്രഞ്ച്. ഇംപരേറ്റീവ് ആണെങ്കിൽ എന്ത് വെച്ച് തുടങ്ങും? വെർബ് വെച്ചിട്ടോ, വിച്ച്, വാട്ട്, ഹൗ വെച്ചിട്ടോ, അതല്ലെങ്കിൽ എന്ത് വെച്ചിട്ടോ തുടങ്ങും? പ്ലീസ് ഒക്കെ വെച്ചിട്ട് തുടങ്ങും. ആണോ? അല്ല. ഇവിടെ ദേ വെച്ചിട്ടാ തുടങ്ങുന്നത്. ദേ എന്ന് പറഞ്ഞാൽ നൗണാണ്. സ്പീക്ക് എന്നുള്ള വെർബ് രണ്ടാമതാണ്. സോ ഇത് എന്താണ്? അസർട്ടീവ് സെന്റൻസ് ആണ്. ഇത് നമ്മൾ കണ്ടെത്താനല്ല, ഞാനിത് അസർട്ടീവ് സെന്റൻസ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കാന്നാ പറഞ്ഞത്. ഇനി ഇതിനെ ഇന്ററോഗേറ്റീവ് ഫോം ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വേണം. നോക്കുമ്പോൾ എല്ലാത്തിലും ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. ഇനി അവിടെ മനസ്സിലാക്കേണ്ടത് സ്പീക്ക് എന്നുള്ള വെർബ് പിരിച്ചെഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ശ്രദ്ധിച്ചോളൂ. അത് ഞാൻ പിരിച്ചെഴുതാൻ പറഞ്ഞുതരാം. എന്നിട്ടൊരു വഴി ചെയ്താൽ മതി. അപ്പോൾ അത് ഇന്ററോഗേറ്റീവ് ആയിട്ട് മാറും. 1 മിനിറ്റ്. അത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഒരു പ്രയാസവും ഇല്ലാതെ പഠിക്കാൻ പറ്റാവുന്ന കാര്യമാണ്. സ്പീക്കിനെ നമ്മൾ പിരിച്ചെഴുതുമ്പോൾ സ്പീക്ക്, ഡു സ്പീക്ക് എന്നാണ്. ഓക്കെ,
സ്പീക്സ്, അതിന്റെ അർത്ഥം ഡസ് സ്പീക്ക് എന്നാണ്. ഒന്നുമില്ല, ഈ എസിനെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. സ്പീക്ക് വരുമ്പോൾ ഒരു ഡൂം കൂടി ചേർന്നു. പിരിച്ചെഴുതുക, ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ പിരിച്ചെഴുതുക. ഇപ്പൊ ഒരു ഉദാഹരണത്തിന്, ഹി ഈസ് ഗോയിങ്, ഇത് അസേർട്ടീവ് സെന്റൻസ് ആണ്, ഫുൾ സ്റ്റോപ്പിൽ അവസാനിക്കുന്നു. ഇവിടെ എക്സ്ക്ലമേറ്ററി അല്ല, ഒന്നുമല്ല. ഇതിന്റെ ഒരു ഇന്ററോഗേറ്റീവ് ആക്കണമെങ്കിൽ ഈ ഈസിനെ പിടിച്ചിട്ട് മുന്നോട്ടാക്കിയാൽ മതി. അപ്പോ ഇതിനെ ഇൻവേർഷൻ എന്ന് പറയും. ഈസ് ഹി ഗോയിങ്, ഇത്രയേ വേണ്ടുള്ളൂ. ഇത് ഇന്ററോഗേറ്റീവ് ആയി. പക്ഷേ ഹി ഗോസ്, പെട്ടു അല്ലേ? പെട്ടു, ശശി പെട്ടു. ഈസ് കാണാനില്ല, ആമ് കാണാനില്ല, ആറ് കാണാനില്ല, കാനും കുഡൊന്നും കാണാനില്ല. ഞെട്ടണ്ട, പിരിച്ചെഴുതുക. ഹി ഡസ് ഗോ. ഡസിനെ പിടിച്ച് മുന്നോട്ടാക്കിയാൽ ഡസ് ഹി ഗോ, കഴിഞ്ഞു. ക്വസ്റ്റ്യൻ മാർക്ക് വിട്ടാൽ ഇത് ഇന്ററോഗേറ്റീവ് ആയി. ദാറ്റ്സ് ആൾ, സോ സിമ്പിൾ. ഹെൽപ്പിംഗ് വെർബിനെ പിടിച്ച് പുറത്തേക്ക് മുന്നിക്കിടുക. ഹെൽപ്പിംഗ് വെർബ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഉണ്ടാക്കുക. ഗോ ആണെങ്കിൽ ഡു ഗോ, വെന്റ് ആണെങ്കിൽ ഡിഡ് ഗോ, ഓക്കെ. ഗോസ് ആണെങ്കിൽ ഡസ് ഗോ. എന്നിട്ടോ ഈ ഡസിനെ പിടിച്ചിട്ട് സബ്ജക്റ്റിന്റെ മുന്നിൽ ഇടുക. അപ്പോ ഹി ഗോസ്. ഇത് എന്താണ്? ഇത് അസർട്ടീവ് ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾ ഹി ഡസ് ഗോ എന്നാക്കി മാറ്റുക. ഇനി ഡസിനെ മുന്നിക്കാക്കിയാൽ ഡസ് ഹി ഗോ എന്തായി മാറി? ഇപ്പോ ഇന്ററോഗേറ്റീവ് ആയി മാറി, അസർട്ടീവ് സെന്റൻസ്. സോ സിമ്പിൾ. ഓക്കെ, ഇപ്പൊ നമുക്ക് മടങ്ങാം. അപ്പൊ അതെന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഒരൊറ്റ ടൈപ്പും കൂടി വരുന്നുണ്ടേ. 14 ക്വസ്റ്റ്യൻസിൽ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഒരു 9 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. ഓക്കെ, അടുത്തത്. യെസ്, അടുത്ത ചോദ്യം നോക്കൂ. അടുത്ത എന്താ നോക്കാം നമുക്ക്. അടുത്തത് എന്താ ടൈപ്പ്? നോ വൺ ലിവ് വിത്തൗട്ട് ഹോപ്പ്. ചേഞ്ച് ദിസ് അസർട്ടീവ് സെന്റൻസ് ഇൻടു എൻ ഇന്ററോഗേറ്റീവ് ഫോം. നോക്കൂ, ഇവിടെ വെർബിനെ ഐഡന്റിഫൈ ചെയ്തു. ക്യാൻ ലിവ്. ക്യാൻ ഹെൽപ്പിംഗ് വെർബാണ്. ആ ക്യാനിനെ പിടിച്ച് മുകളിലേക്കാക്കുക. അപ്പൊ ക്യാൻ നോ വൺ ലീവ് എന്നാക്കി മാറ്റി. വരുന്നുണ്ടോ? ക്യാൻ എനി വൺ ലീവ് എന്നുണ്ട്. യെസ്, നോ വൺ എന്നുള്ളത് ചോദ്യമാകുമ്പോൾ എനി വൺ ആയിട്ട് മാറും. ആരും പ്രതീക്ഷയില്ലാതെ ജീവിക്കുന്നില്ല. പ്രതീക്ഷയില്ലാതെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? അതാണ് എനി വൺ. ആരെന്നുള്ളത് ആരെങ്കിലും എന്നാക്കി മാറ്റി, എനി വൺ ആക്കി മാറ്റി. അത്രയേ ഉള്ളൂ. ഈ ക്യാനിനെ പിടിച്ച് മുന്നോട്ടാക്കി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട മക്കളെ. ഇതിലോട് നമുക്ക് ഇന്ററോഗേറ്റീവ് ആക്കി മാറ്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇന്ററോഗേറ്റീവ് മനസ്സിലാക്കാൻ നമ്മൾ എന്താ വേണ്ടത്? ഇന്ററോഗേറ്റീവിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടാവും. ഇവിടെ മാത്രമേ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളൂ. കഥ കഴിഞ്ഞു. യെസ്, ഇനി സബ്ജക്റ്റും പ്രെഡിക്കേറ്റുമാണ്. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അതും കൂടി നമ്മൾ പഠിക്കാതെ പോണോ? അതും കൂടി ഒന്ന് പഠിക്കാം. എന്താ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും? അതായത് വെർബ് കണ്ടെത്തുക. വെർബ് എന്ന് പറഞ്ഞ ആക്ഷൻ വേർഡ്. അതിനോട് ഹൂ അഥവാ വാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് കിട്ടും. സബ്ജക്റ്റ് ഒഴികെയുള്ളതൊക്കെ പ്രെഡിക്കേറ്റാ. വെർബിനോട് ഹൂ അഥവാ വാട്ട് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സബ്ജക്റ്റ് കിട്ടും. സബ്ജക്റ്റ് ഒഴികെയുള്ളതൊക്കെ പ്രെഡിക്കേറ്റ് ആണ്. സോ ഇത് വെച്ചിട്ട് PSCക്ക് ചോദിക്കാറുണ്ട്. ഹൂ ഓർ വാട്ട്, ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നുവോ. വാട്ട് ഈസ് സെഡ്, അതാണ് പ്രെഡിക്കേറ്റ്. സോ നമുക്ക് മെയിൻ വെർബിനെ കണ്ടെത്തുക. അതിനോട് ഹൂ അഥവാ വാട്ട് എന്ന് ചോദിക്കുക, അത് സബ്ജക്റ്റ് ആണ്. അല്ലാത്തതൊക്കെ തന്നെ പ്രെഡിക്കേറ്റ് ആണ്. ദ സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ് ഫോർ ദെയർ എക്സാം. ഇതിലത്തെ മെയിൻ വെർബ് ഏതാ? സ്റ്റഡിയിങ്. ഹെൽപ്പിംഗ് വെർബ് ഏതാ? ആർ. സ്റ്റഡിയിങ്ങിനോട് ചോദിക്കുക ആരാണ്? ദ സ്റ്റുഡൻസ്, ആ കുട്ടികൾ. അങ്ങനെ തന്നെ പറയണം. വെറും സ്റ്റുഡൻസ് പറഞ്ഞാൽ പോരാ, കുട്ടികളല്ല, ആ കുട്ടികളാണ്. ദ സ്റ്റുഡൻസ് ആണ്. അതായത് ആ സബ്ജക്റ്റിന് ഏതൊക്കെ മോഡിഫയർ ഉണ്ടോ അത് കൂടി ചേർക്കണം. ദ സ്റ്റുഡൻസ് ആണ്, ആ കുട്ടികളാണ് ആ പരിപാടി ചെയ്യുന്നത്, പഠിക്കുന്നത്. ദ സ്റ്റുഡൻസ് സബ്ജക്റ്റ് ആണ്. ബാക്കി എല്ലാറ്റിനും പിടിച്ചിട്ട് പ്രെഡിക്കേറ്റ് ആയിക്കോ. ആർ സ്റ്റഡിയിങ് ഫോർ ദെയർ എക്സാം. അപ്പൊ ഇവിടെ ആർ സ്റ്റഡിയിങ് ആണ്. അതിനോട് ഹൂ ഈസ് സ്റ്റഡിയിങ് എന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദ സ്റ്റുഡൻസ് എന്ന് കിട്ടി. അപ്പോ എവറിത്തിങ് എൽസ്, അതാണ് പ്രെഡിക്കേറ്റ്. സോ സിമ്പിൾ. ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ.
ബേർഡ്സ് ഫ്ലൈ ഇൻ ദ സ്കൈ. വെർബ് ഏതാ? ഫ്ലൈ. ഫ്ലൈയോട് ചോദിക്കുക ആരാ പറക്കണത്? ബേർഡ്സ് സബ്ജക്റ്റ് ആയി. ബാക്കിയൊക്കെ ഫ്ലൈ ഇൻ ദ സ്കൈ പ്രെഡിക്കേറ്റ്. ഓക്കെ. ദ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ അട്രാക്ട് മെനി ബീസ്. ഏതാ വെർബ്? അട്രാക്ട്. ആരെയാണ് അട്രാക്ട് അല്ല ആരാണ് അട്രാക്ട് ചെയ്യുന്നത്? ആരാണ് അട്രാക്ട് ചെയ്യുന്നത്? ആരെയാണ് അട്രാക്ട് ചെയ്യല്ല. ആരാണ്? ഹൂ. ഹുമ്മല്ല. ആരെയാണ് എന്നുള്ളതല്ല. ആരാണ് അട്രാക്ട് ചെയ്യുന്നത്? ആരെയാണ് അട്രാക്ട് ചെയ്യുന്നത്? ആരെയെന്ന് ചോദിക്കരുത്, ആര് എന്നാണ് ചോദിക്കേണ്ടത്. ആരെന്ന് ചോദിച്ചാൽ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. എവിടത്തെ? ഗാർഡനിലെ. അതും കൂടി ചേർക്കണം. ദ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. ഏതെങ്കിലും ബ്യൂട്ടിഫുൾ ഫ്ലവർ അല്ല, ദ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. യെസ്, അത് സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് അട്രാക്ട് മെനി ബീസ്. രവി ആൻഡ് സീത വെന്റ് ടു ദ മാർക്കറ്റ്. വെർബ് വെന്റ്. അതിനോട് ഹൂ എന്ന് ചോദിക്കുക. രവിയും സീതയും. സബ്ജക്റ്റ് രവി ആൻഡ് സീത. വെന്റ് ടു മാർക്കറ്റ്. ഇനി അണ്ടർ ദ ട്രീ സാറ്റ് ആൻ ഓൾഡ് മാൻ. മരത്തിന്റെ ചോട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യൻ ഇരുന്നു. അവിടുത്തെ വെർബ് ഏതാ? ഇരുന്നു. സാറ്റ്. ആരിരുന്നു? an old man. അപ്പൊ an old man സബ്ജക്റ്റ്. ബാക്കിയൊക്കെ അണ്ടർ ദ ട്രീ സാറ്റ്, അത് പ്രിഡിക്കേറ്റ്. സോ സിമ്പിൾ ആണ്. സോ സിമ്പിൾ ആണെന്ന് ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതിലെ ചോദ്യങ്ങളിലേക്ക് പോകാം. എവിടെ നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് ഇവിടെ നോക്കൂ. ഇവിടെ തന്നിട്ടുള്ളത് സബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ ആണ്. സബ്ജക്റ്റ് ഐഡന്റിഫിക്കേഷൻ വരുമ്പോൾ ദ ഫസ്റ്റ് 3 chapters ഓഫ് ദ ബുക്ക് ആർ റിട്ടൺ ഇൻ എ ബ്യൂട്ടിഫുൾ സ്റ്റൈൽ. അപ്പൊ അവിടെ ഏതാ വെർബ്? റിട്ടൺ. ആ റിട്ടൺ. ഓക്കെ, ഏത് ബുക്കുകളാണ് എഴുതപ്പെട്ടത്? ദ ഫസ്റ്റ് 3 chapters ഓഫ് ദ ബുക്ക്. ബുക്കിന്റെ ആദ്യത്തെ 3 ഭാഗങ്ങളാണ് എഴുതപ്പെട്ടത്. സോ ദ ഫസ്റ്റ് 3 chapters ഓഫ് ദ ബുക്ക് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇനി അടുത്തത് കോമ്പൗണ്ട് സബ്ജക്റ്റ് വരുന്ന കേസാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, മൈ ഫ്രണ്ട് ആൻഡ് ഐ വെന്റ് ഷോപ്പിംഗ്. എന്താ ഇവിടുത്തെ വെർബ്? വെന്റ്. ആര് പോയി? മൈ ഫ്രണ്ട് ആൻഡ് ഐ. അതുകൊണ്ട് ഇവിടെ മൈ ഫ്രണ്ട് ആൻഡ് ഐ ആണ്, ബി ആണ് ആൻസർ. ഓക്കെ, ഇനി ടൈം എക്സ്പ്രഷൻ ട്രാപ്പ് വരും. നെക്സ്റ്റ് വീക്ക് മൈ ഗ്രാൻഡ് മദർ ഈസ് കമ്മിങ് ഫ്രം ഡൽഹി. അവിടുത്തെ വെർബ് ഏതാ? ഈസ് കമ്മിങ്. ആരാണ് വരുന്നത്? ഗ്രാൻഡ് മദർ. ആരുടെ ഗ്രാൻഡ് മദർ? മൈ ഗ്രാൻഡ് മദർ. നെക്സ്റ്റ് വീക്കിന് അതിന് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ലല്ലോ. നെക്സ്റ്റ് വീക്ക് വേറെയാണ്. മൈ ഗ്രാൻഡ് മദർ, എൻ്റെ അമ്മ വരുന്നു. എന്നാ വരുന്നത്? അടുത്ത ആഴ്ച. നേരത്തെ ദ ബീസ് ഇൻ ദ ഗാർഡൻ എന്ന് പറയുന്നത് പോലെയല്ല, ആ പൂന്തോട്ടത്തിലെ എന്ന് പറയുന്നത് പോലെ. ഇവിടെ നെക്സ്റ്റ് വീക്ക് ആരുമായി ബന്ധപ്പെട്ടതാണ്? വരുന്നതുമായി ബന്ധപ്പെട്ടതാണ്, വെർബുമായി ബന്ധപ്പെട്ടതാണ്, അല്ലാതെ മൈ ഗ്രാൻഡ് മദറുമായി ബന്ധപ്പെട്ടതല്ല. എന്നാ വരുന്നത് എന്ന് ചോദിച്ചാൽ അടുത്ത ആഴ്ചയാണ്. അല്ലാതെ മൈ ഗ്രാൻഡ് മദർ അത് കഴിഞ്ഞ ആഴ്ച, അടുത്ത ആഴ്ചയൊക്കെ മൈ ഗ്രാൻഡ് മദർ തന്നെ. അപ്പൊ അവിടെ മൈ ഗ്രാൻഡ് മദർ ആണ് സബ്ജക്റ്റ്. ബാക്കി നെക്സ്റ്റ് വീക്കും ഈസ് കമ്മിങ് ഫ്രം ഡൽഹിയും ഒക്കെ പ്രെഡിക്കേറ്റിലാണ്, ഓർത്തിരിക്കുക. ഇനി ഇൻവെർട്ടഡ് ഓർഡർ വരുമ്പോ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. സിറ്റിംഗ് ഓൺ ദ റൂഫ് ഓഫ് മൈ ഹൗസ് വാസ് എ ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്. ഉടൻ മലയാളത്തിൽ ആലോചിച്ച് നോക്ക്. സിറ്റിംഗ് ഓൺ ദ റൂഫ്, മേൽക്കൂരയുടെ മുകളിൽ. ഓഫ് മൈ ഹൗസ്, എൻ്റെ വീടിന്റെ മേൽക്കൂരയുടെ മുകളിൽ. വാസ് എ ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്. ഓക്കെ, എൻ്റെ മേൽക്കൂരയുടെ മുകളിൽ സിറ്റിംഗ്, ഇരിക്കുകയാണ് ഒരു ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്, ഒരു വലിയ ബ്ലാക്ക് ബേർഡ്. അപ്പൊ അവിടുത്തെ വെർബ് ഏതാ? സിറ്റിംഗ്. ആരായിരിക്കണത്? ഹ്യൂജ് ബ്ലാക്ക് ബേർഡ്. ആ വെർബിനെ ഐഡന്റിഫൈ ചെയ്തുള്ളൂ. ഇനി ആരായിരിക്കണത്? അല്ലാതെ ബ്ലാക്ക് ബേർഡിന്റെ മുകളിൽ പോയിട്ട് വീടിരിക്കുവോ? ബ്ലാക്ക് ബേർഡിന്റെ മുകളിൽ പോയിട്ട് വീടിരിക്കുവോ? ഇല്ലല്ലോ. വീടിന്റെ മുകളിൽ ബ്ലാക്ക് ബേർഡ്. അപ്പൊ എ ഹ്യൂജ് ബ്ലാക്ക് ബേർഡ് ആണ് അവിടുത്തെ സബ്ജക്റ്റ്. പ്രെഡിക്കേറ്റ് സിറ്റിംഗ് ഓൺ ദ റൂഫ് ഓഫ് മൈ ഹൗസ് ആണ്. സോ ഇനി നമ്മൾ നോക്കൂ, അടുത്തത് 2-3 ചോദ്യങ്ങളും കൂടി കഴിഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞു. യെസ്, ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി ഈസ് എ. എന്ത് സെന്റൻസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഹി പ്രാക്ടീസ് ക്രിക്കറ്റ് ആൻഡ് ഫുട്ബോൾ റെഗുലർലി. ഇത് സിമ്പിൾ ആണോ, കോമ്പൗണ്ട് ആണോ, കോംപ്ലക്സ് ആണോ നോക്കണം. അപ്പൊ അവിടെ ആദ്യം വെർബ് ഉണ്ടോ നോക്കണം. പ്രാക്ടീസ്, യെസ് വെർബ് ഉണ്ട്. എത്ര വെർബ് ഉണ്ട്? ഒരൊറ്റ ഫൈനൈറ്റ് വെർബ്. വേറെ വെർബ് ഉണ്ടോ? ഇല്ല.
അപ്പൊ പ്രാക്ടീസ് ഒരൊറ്റ ഫൈനൈറ്റ് വെർബ് വന്നാൽ വേറെ ഒരു സംശയം വേണ്ട, ഇറ്റ്സ് എ സിമ്പിൾ സെന്റൻസ്. ഒരു ഫൈനൈറ്റ് വെർബേ ഉള്ളിച്ചാൽ സിമ്പിൾ സെന്റൻസ് ആണ്. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കോമ്പൗണ്ടോ കോംപ്ലക്സോ ആവാം. ഓക്കെ, യെസ്. അടുത്തത് നോക്കൂ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ഐഡന്റിഫൈ ദ കോംപ്ലക്സ് സെന്റൻസ്. ഇതിലെ കോംപ്ലക്സ് സെന്റൻസ് നോക്കണം. കോംപ്ലക്സ് സെന്റൻസ് നോക്കുമ്പോൾ നമുക്കറിയാം കൺജങ്ഷൻ വരണം, വെന്ന്, ആൾത്തോ, തോക്ക് വരണം. ഫാൻ ബോയ്സ് വരാൻ പാടില്ല കോംപ്ലക്സിൽ. നോക്കി, ആൻഡ് വരുന്നുണ്ട്, ഫാൻ ബോയ്സ് ആണ്, അപ്പൊ ബി പറ്റില്ല. വിച്ച് വരുന്നുണ്ട്, അതാവാം. പക്ഷെ ഫാൻ ബോയ്സിൽ ബട്ട് ഉണ്ട്, അപ്പോ ബട്ട് വരുന്നുണ്ട്, ഫാൻ ബോയ്സ് ഉണ്ടെങ്കിൽ കോമ്പൗണ്ടാ. ഡിയും പറ്റില്ല, ബിയും പറ്റില്ല. പിന്നെ സാധ്യത ആർക്കാണ്? ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. ഇവിടെയാണെങ്കിൽ വിച്ച് ഇല്ലേനി. സോ ഇവിടെ നീ നോക്കുക, ഓവൻ ഹാസ് എ പിയാനോ വിച്ച് പ്ലേസ് വെൽ. ഇനി അവിടെ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ടോ നോക്കുക. ഹാസ് ഫൈനൈറ്റ് വെർബാണ്, പ്ലേസ് ഫൈനൈറ്റ് വെർബാണ്. കണ്ണും ചിബി നമുക്ക് എഴുതാം, ഇത് കോമ്പൗണ്ട് ആണ്. ഓക്കെ, ദാറ്റ്സ്. അടുത്തത് നോക്കൂ, കോമ്പൗണ്ട് സെന്റൻസ് ആണോ നമുക്ക് നോക്കേണ്ടത്. ഐ ലൈക്ക് പ്ലേയിങ് ബാസ്കറ്റ്ബോൾ ആൻഡ് മൈ ബ്രദർ ലൈക്സ് പ്ലേയിങ് ടെന്നീസ്. നിങ്ങൾ നോക്കേണ്ടത് കോമ്പൗണ്ട് ആണോ ഇത് നോക്കാൻ. ഇത് കോമ്പൗണ്ട് സെന്റൻസ് ആണോ എന്ന് അറിയാൻ ഇവിടെ ആൻഡ് വന്നിട്ടുണ്ട്. ഫാൻ ബോയ്സ് വന്നാൽ കോമ്പൗണ്ട് ആണ്. അവിടെ രണ്ട് ഫൈനൈറ്റ് വെർബ് ഉണ്ടോ? ഐ ലൈക്ക് പ്ലേയിങ് ഫുട്ബോൾ. പ്ലേയിങ് എടുക്കാൻ പറ്റില്ല, ഈസോ ആണോ ആറോ വാസോ വേറോ വന്നിട്ടില്ല. പക്ഷെ ലൈക്ക് എടുക്കാം, അത് വെർബാണ്. ഇവിടെയോ മൈ ബ്രദർ ലൈക്സ്, അതും എടുക്കാം, അതും വെർബാണ്. അവ രണ്ട് ഫൈനൈറ്റ് വെർബ് വന്നിട്ടുണ്ട്. സോ ഇത് കോമ്പൗണ്ട് ആണ്. ആൻഡ് വന്നതുകൊണ്ട് ഇത് കോമ്പൗണ്ട് ആണ്. ദാറ്റ്സ് ആൾ, ഇത് കോമ്പൗണ്ട് ആണ്. അടുത്തത് നമുക്ക് നോക്കൂ, അടുത്ത ഒരു സെന്റൻസിലേക്ക് നോക്കൂ. ഐ വിൽ ഹെൽപ്പ് യു ഇഫ് യു ഹെൽപ്പ് മീ. വിച്ച്, വെന്ന്, തോ, ആൾത്തോ, ഈഫ്, ബിക്കോസ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോംപ്ലക്സിനാണ് സാധ്യത. അവിടെ ഈഫ് വന്നിട്ടുണ്ട്, കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ആണെങ്കിൽ രണ്ട് ഫൈനൈറ്റ് വെർബ് വേണം. ഉണ്ടോ? വിൽ ഹെൽപ്പ് ഒരു ഫൈനൈറ്റ് വെർബ്, ഹെൽപ്പ് മീ അതിലും ഹെൽപ്പും ഫൈനൈറ്റ് വെർബ്. അവിടെ രണ്ട് ഫൈനൈറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് കോംപ്ലക്സ്. ഓക്കെ, യെസ്, ആൻഡ് ദാറ്റ്സ് ആൾ. ഇനി ഇതിനോടനുബന്ധിച്ച് 1-2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇതിന്റെ ഫുള്ള് നോട്ട് നിങ്ങൾക്ക് തരും. ഒപ്പം ഇത് പ്രാക്ടീസ് ചെയ്യാൻ ഞാനൊരു 40 ക്വസ്റ്റ്യനും തരും. പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒക്കെ കാണാൻ നമുക്ക് ടെലിഗ്രാമിൽ വരിക. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ നമ്മുടെ ക്വിസ് ചെയ്യാൻ നോട്ട് കിട്ടാൻ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ അറിയാൻ നിങ്ങൾ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ മതി. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഈ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ 3 സെക്കൻഡ് റൂൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയോ? നോട്ടും കൂടി എടുത്ത് ഒരു മര്യാദയ്ക്ക് ഒരു നോട്ട് എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ കയ്യിൽ പോരില്ലേ? ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.